കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ബസ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു ഞങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്, ആ ഹോസ്റ്റലിൽ നിൽക്കാം, ആരും അറിയാതെ രാത്രി കയറി കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ കമ്പൈൻ സ്റ്റഡികളല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, കള്ളുകൂടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ അതിന് അത്ര ഇൻട്രസ്റ്റ് കൊടുത്തില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാൻ അവരോടൊപ്പം ചേരുകയും എനിക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാം. അപ്പൊ ചിക്കൻ കറിയൊക്കെ വയ്ക്കും. അപ്പൊ അവര് എവിടെന്നെങ്കിലൊക്കെ കോഴി പിടിച്ചോണ്ട് വരും. അങ്ങനെ കള്ളുകൂടിയാണ്. ഏതായാലും ആ ഹോസ്റ്റല് പിൽക്കാലത്ത് ഒന്നാം വർഷത്തോടെ എന്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ അത് നിർത്തി. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു വീടെടുത്തു. അതിന് പാതിര ഹൗസ് കൊട്ടാരം എന്ന് പേരിട്ടു. 2 വീടുണ്ടായിരുന്നു തൊട്ടടുത്തടുത്ത്. അപ്പൊ ആ 2 വീട് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് താമസം തുടങ്ങിയത്. ഏതായാലും രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ ഈ പാതിര ഹൗസ് എന്ന് ഇടാനുള്ള പേര് എന്ന് വെച്ചാൽ പാതിരയിൽ ഉണർന്നിരിക്കുന്ന കുറെ ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പരിസരങ്ങളിൽ കോഴിക്കോടുകളിൽ പോയി കോഴിനെ പിടിക്കുക, തൊട്ടടുത്തുള്ള കപ്പത്തോട്ടത്തിൽ പോയി കപ്പ മാന്തി തണ്ട അങ്ങനെ തിരിച്ച് നട്ടുവെച്ച് അങ്ങനെയുള്ള കുറേ വികൃതി പരിപാടികൾ കോളേജ് കാലഘട്ടത്തിൽ ചെയ്തു. ഏതായാലും ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എന്റെ കൂടെ പഠിച്ച ഒരാൾക്ക് ഒരു 24 ബാറുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരനാണ്, അപ്പൊ അവൻ പറഞ്ഞു, നീ ഏതായാലും വീട്ടിൽ ചുമ്മിരിക്കല്ലേ, ഞങ്ങളുടെ ഒരു ബാറിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് കയറി കണക്കൊക്കെ പഠിക്കാം, അതിന് മാനേജറാവാം. അപ്പൊ അന്നൊക്കെ എന്താണ് ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല, ഇങ്ങനെ പോവാണ്, എന്ത് പരിപാടി ചെയ്താലും ഇപ്പൊ കിട്ടിയാലും ചെയ്യും. എന്റെ ഇടയ്ക്കൊക്കെ ഞാൻ പ്രീ ഡിഗ്രിയുടെ സമയത്ത് ഈ ചെമ്മീനൊക്കെ എറണാകുളത്ത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് പ്രോൺസ് ചെറിയ പാക്കറ്റിൽ, ഇത് പഴയ ആളുകൾക്ക് അറിയാം, ഈ ബാറിലൊക്കെ പ്രോൺസ് കൊണ്ട് കൊടുക്കും. അപ്പൊ 1 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കും, 3 രൂപയ്ക്ക് അവർ വിൽക്കും. അങ്ങനെ നമുക്ക് നല്ല ലാഭത്തിലൊക്കെ അങ്ങനെ അങ്ങനെ പിന്നെ ആൽഫ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഏജൻസി നടത്തി. അങ്ങനെ അങ്ങനെ അപ്പൊ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. ഏതായാലും ഞാൻ ബാറിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് കയറി കണക്കുകൾ പഠിക്കാൻ തുടങ്ങി. ഞാന് മറ്റൊരു ബാറിലേക്ക് പോയി കഴിഞ്ഞപ്പോ ആ ബാറിലെ മാനേജർ കീ എന്നെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോകും. എല്ലാ ദിവസവും എന്നെ കീ ഏൽപ്പിക്കും. കീ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോകും. ഇയാളുടെ റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ചുകൊണ്ടാണ് അങ്ങനെ പുള്ളി പോകാനുള്ള കാരണം. ആരും അറിയാം, മുതലാളി അറിയാണ്ടാണ് പോണത്. അപ്പൊ എന്നോട് പറയും, നീ ബാറ് നോക്കിക്കൊള്ളണം, എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ എനിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുടിയനായ എനിക്ക് ഒരു ബാറിന്റെ എല്ലാ ആനുകൂല്യങ്ങളും, അതായത് എനിക്ക് ആ ബാറിൽ എല്ലാ സ്വാതന്ത്ര്യം കിട്ടി. ഞാൻ രാത്രി ഇച്ചിരി ലേറ്റ് ആവുമ്പോ ബാർ കൗണ്ടറിൽ തുറന്ന് ആരും അറിയാതെ ഞാൻ അവിടെ കയറി ഓരോ കുപ്പിയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ള മദ്യം ഊറ്റിയെടുക്കും, ഞാൻ കുടിക്കും. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വെക്കും. കാരണം രാത്രിയും പകലും അവിടെ പെഗ് മെഷർ ചെയ്യും. ഈ കുടി അങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. ഞാൻ ഏകദേശം 2 വർഷത്തോളം ബാറിലുണ്ടായിരുന്നു. ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരാളായിരുന്നു. ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങി. എനിക്കത് വണ്ണം വെക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. കാരണം ഞാൻ മെലിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ പറയും, എനിക്ക് വണ്ണം വെക്കണം. അപ്പൊ പല കൂട്ടുകാരും പറഞ്ഞൊരു അഭിപ്രായമാണ്, നിങ്ങൾ ബീർ കുടിച്ചാൽ മതി, നന്നായിട്ട് ബീർ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും. അത് കേട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ ബിയറിന്റെ തലപ്പാകം പൊട്ടിച്ചൊക്കെ കളഞ്ഞ് ഡാമേജിലൊക്കെ എഴുതി വിടും. അപ്പൊ അത് എനിക്ക് അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ എഴുതി കൃത്യമായിട്ടൊക്കെ ചെയ്തു. ഒരു ദിവസം എക്സൈസ് ഓഫീസിൽ, ഇപ്പൊ ഈ പെർമിറ്റ് ഒക്കെ മേടിക്കാൻ എക്സൈസ് ഓഫീസിലൊക്കെ ഞാനാ പോകുന്നത്. അപ്പൊ എക്സൈസ് ഓഫീസിൽ പെർമിറ്റ് മേടിക്കാനായിട്ട് പോണ വഴിക്ക് ഞാനിങ്ങനെ നടക്കും. ഞാൻ വണ്ടിക്ക് പോയി അവിടെ ഇറങ്ങി. ഞാൻ ആ എക്സൈസ് ഓഫീസിലേക്ക് കയറുന്ന വഴിക്ക് വെച്ച് തന്നെ എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടി. ഞാന് എന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുകയാണ്, എനിക്ക്. അപ്പൊ പറഞ്ഞു, നീ വാ ഡോക്ടറെ കാണിക്കാം. അപ്പൊ എന്റെ ഫാദർ മാത്രം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണത്. അപ്പൊ അവര് എന്നെ വിളിച്ചു. ഞാൻ അന്ന് അവധിയെടുത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്റെ അമ്മയോട് പറഞ്ഞു, അപ്പൊ അമ്മ കൂടെ ഉണ്ട്, അമ്മയോട് പറഞ്ഞു നിങ്ങൾ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കാറുണ്ട് വല്ലപ്പോഴും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞു, നീ നന്നായിട്ട് കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ശരീരത്തില് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ ICUയിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. പിറ്റേ ദിവസം അപ്പൊ രാത്രി എന്നെ ഡോക്ടർ വന്ന് എക്സ്റേ ഒക്കെ കാണിച്ചു തന്നു, ഇവിടെ ഇങ്ങനെയാണ് പ്രശ്നം, ഇവിടെ. പിറ്റേ ദിവസം എന്റെ ബാക്കിൽ ഒരു ഈ സാധാരണ സിറിഞ്ച്, വലിയൊരു സിറിഞ്ച്, അത് ഈ നമ്മളിപ്പോ തമാശക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വലിയൊരു സിറിഞ്ചുമായിട്ട് എന്റെ ചെസ്റ്റിന്റെ ബാക്കിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ഗ്ലൂക്കോസ് കുപ്പിക്ക് എന്നെ കാണിച്ചു തരുവാണ് ചെയ്തത്. എനിക്കന്ന് 10-21 വയസ്സുള്ളൂ. ഞാന് ആകെ പരിഭ്രാന്തനായി. നീ ഒരിക്കലും കുടിക്കൂല എന്നൊക്കെ അവിടെ തീരുമാനം എടുത്തു. ഡോക്ടർ പറഞ്ഞു, നീ മരുന്ന് കഴിച്ചാൽ മാറാവുന്ന കേസുകളേ ഉള്ളൂ, പക്ഷെ നീ കുടിക്കരുത്, നീ കുടിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും വേഴ്സാവും എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഓക്കെ പറഞ്ഞു.
ഞാൻ എൻ്റെ സഹോദരിമാരാകെ ഇതായി, പേരൻസ് വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അപ്പനൊക്കെ അമ്മയും ഈ ആടിന്റെ കരളൊക്കെ മേടിച്ച് വറുത്ത് എന്നെ ഞാൻ കഴിക്കാതെ ആവുമ്പോ എന്നെ കഴിക്കുമോനെ എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും അതൊക്കെ ഒന്ന് 5-6 മാസം ഞാൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുകയും ഈ ഫുഡൊക്കെ കഴിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സ്റേ എടുത്ത് വീണ്ടും എക്സ്റേ എല്ലാം ഓക്കെ ആയി. അപ്പൊ എന്റെ സഹോദരിമാരൊരു തീരുമാനം എടുത്ത് വന്ന്, എന്റെ സഹോദരി നേഴ്സാണ്. അപ്പൊ അവള് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഈ ആളുകളുടെ കൂടെ കറങ്ങിയെടുക്കുന്ന കൂട്ടുകാരുടെ കൂടെ രാത്രി കാലങ്ങളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള പരിപാടിക്കൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ കയറും, രാത്രി അവരെ പേടിപ്പിക്കും, മദ്യം മേടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ. ഇതെല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോവാണ്. അപ്പൊ ഏതായാലും ഞാൻ നഴ്സിംഗിന് പോയി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കുടിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ കുടിക്കുന്നുമില്ല. ഞാന് നഴ്സിംഗിനോടൊപ്പം തന്നെ എനിക്ക് അവിടെ ഒരു കോളേജിൽ ജോലി കിട്ടി. ആ കോളേജിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്തു. തുടർന്ന് ഞാൻ അവിടെ പല ബിസിനസ്സുകൾ നടത്താൻ തുടങ്ങി. ഹോസ്റ്റലുകൾ, 2-3 ഹോസ്റ്റലുകൾ, ലേഡീസ് ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റലുകളൊക്കെ നടത്താൻ തുടങ്ങി. ക്യാൻറ്റീനുകൾ നടത്താൻ തുടങ്ങി. ഇപ്പൊ കോളേജിന്റെ തന്നെ കീഴിൽ തന്നെയുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് പണലാഭം എനിക്കുണ്ടായി. ഞാന് എന്റെ ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലുകൾ, അല്ലെ എന്റെ ജീവിതത്തിന്റെ നിലവാരം ഇച്ചിരി കൂടി ഉയർന്നു. ഒരു കാറിന് പകരം 2 കാറും. ഞാൻ അന്ന് കലാശപ്പാളയത്ത് എനിക്കൊരു ഓഫീസുണ്ട് ബാംഗ്ലൂര്. അതുകൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ എനിക്ക് ഓഫീസുണ്ട്. അങ്ങനെയൊക്കെ ജീവിത നിലവാരം ഉയർന്നു. പണമായി. പണം കിട്ടുന്നത് ഞാൻ സ്ഥലം മേടിച്ചിടാൻ തുടങ്ങി. സ്ഥലം മേടിച്ച് മറച്ചു വെക്കാൻ തുടങ്ങി. അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ ഇച്ചിരി സ്ഥലക്കച്ചവടമൊക്കെ ഉള്ള സമയമാണ്. അതിനോടൊപ്പം ഞാൻ വിവാഹിതനായപ്പോ ആ ബിസിനസ് എന്റെ പേരൻസുമായിട്ട്, അല്ലെങ്കിൽ എന്റെ ഫാദറിലോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾ പല ബിസിനസ്സുകളും നടത്തി. ഈ സ്ഥലക്കച്ചവടം തന്നെ ബിസിനസ്സുകൾ നടത്തി. അപ്പൊ അവര് തന്നെ ഒരുപാട് സഹായിച്ചു. എന്റെ വീട്ടുകാരും ഒക്കെ സഹായിച്ചു. അവരും അവരുടെ വീടിന്റെ അടുത്തും, അതായത് എന്റെ സ്വന്തം വീടിന്റെ അടുത്തും ഒക്കെ സ്ഥലം മേടിച്ചിടാനൊക്കെ തുടങ്ങി. ഏതായാലും ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെട്ടു. ഒരു ദിവസം ഇപ്പൊ എന്റെ കൂടെ കൂട്ടുണ്ട്, ഒരുപാട് പേര് കൂട്ടുണ്ട്. ഞാൻ മദ്യം നിർത്തിയിരിക്കുകയാണ്. കോളേജില് ഞാൻ കുറെ പേര് ജോലിക്ക് തന്നെ കോളേജിൽ തന്നെ ക്യാൻറ്റീൻ നടത്തുന്നതുകൊണ്ട് അവിടെ കുക്കായിട്ടും സഹായിക്കുന്നതായിട്ടും ബസ് ഡ്രൈവറായിട്ടും ഒക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരു 10-25 മലയാളീസ് ഉണ്ട്. അപ്പൊ ഇവര് തന്നെ വൈകുന്നേരം ആകുമ്പോ അവിടെ അടുത്തൊരു വീട് എടുത്തിട്ടുണ്ട്. അവിടെ പോയി, അതൊരു ഓഫീസ് പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ പോയി ഇരിക്കും, ഇങ്ങനെ കണക്കുകളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും. ഇവരപ്പുറത്തെ മുറിയിൽ കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവരും നിൽക്കും. ഒരു ദിവസം ഒരാള് എന്നോട് ചോദിച്ചു, സാറേ ഒരു പണി, വൈൻ കുടിക്കാൻ കുഴപ്പമില്ല, വൈൻ അടിക്കുക, ഒരേ ജീവിതമല്ലേ ഉള്ളൂ, മനോഹരമായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഏതായാലും ഞാൻ അയാൾ പറഞ്ഞതും ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് കുടിക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുടിച്ചു. ഞാൻ കുടിച്ച് പിറ്റേ ദിവസം വീണ്ടും അയാളോട് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയാൾ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഈ വൈൻ എന്ന് പറഞ്ഞ സാധനം പല്ലിനും എല്ലിനും കേടാണ്, അതുകൊണ്ട് അത് വിസ്കിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ വിസ്കിയിലേക്ക് ഞാൻ പയ്യെ മാറി. വിസ്കിന്ന് ബ്രാൻഡിയായി. ഏതായാലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 4 വർഷം മുമ്പ്, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് എങ്ങനെ കുടിച്ച് കുടി നിർത്തിയോ ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചെത്തി എന്നുള്ളതാണ്. അതങ്ങനെ തുറന്നുകൊണ്ടിരുന്നു. എനിക്ക് യാതൊരുവിധ നിയന്ത്രണം ഇല്ലാതെയായി. വീട്ടിൽ താമസിച്ചെത്തുക, രാത്രിയൊക്കെ 2 മണി 3 മണിയാകുമ്പോൾ വീട്ടിൽ താമസിച്ചെത്തുക, കാറ് ഓടിച്ചുകൊണ്ട് പോയി, പുതിയ കാറൊക്കെ ആണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് വല്ല കാനെ കൊണ്ടിടും, പിറ്റേ ദിവസം ട്രാക്ടറിന് വലിച്ചു കയറ്റും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങള്. വൈഫ് എന്നോട് പറയുന്നുണ്ട് കുടി നിർത്തണം, കുടി പ്രശ്നമാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവളോട് പറയും, നീ ഇന്ന് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ എനിക്ക് സർവ്വസ്വാതന്ത്ര്യമായി. ഞാനപ്പൊ ഇച്ചിരിയും കൂടി കൂടാൻ തുടങ്ങി. രാത്രി കാലങ്ങളില് ബ്രാൻഡി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അന്നൊക്കെ രാത്രി കിളിവാതിൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ബ്രാൻഡി കടയുടെ പുറകിലോ ബാറിന്റെ പുറകിലൊക്കെ ഒരു കിളിവാതിലുണ്ടാവും. അവിടെ പോയി മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മദ്യം കിട്ടും. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഇൻസിഡന്റിന്റെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ കുടിക്കാനായിട്ട് വല്ലാതെ ആഗ്രഹം തോന്നി. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ബാറിലേക്ക്, നല്ല പൂസാണ്, ബാറിലേക്ക് ലക്ഷ്യമായിട്ട് നടന്നു. അപ്പൊ ബാറിന്റെ ഗേറ്റ് പൂട്ടിയിട്ടൊക്കെ കാണും. അപ്പൊ ഞാൻ ഗേറ്റ് മതില് ചാടി കടന്നു. അപ്പൊ കിച്ചണിൽ നിന്ന് അവർക്ക് വെള്ളം വരുന്നുണ്ട്, ഈ വേസ്റ്റ് വെള്ളം വരുന്ന ഒരു കുഴി അവിടെ ഉണ്ട്. അതിനകത്ത് അതിന്റെ മുകളില്
ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് അറിയാതെ ഞാൻ ഈ മതിലേക്ക് എടുത്ത് നേരെ ചാടിയത് ഈ ആസ്പെറ്റോസ് ഷീറ്റിന്റെ മുകളിലേക്കാണ്. ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഈ ചാണകത്തി കുഴിയിലൊക്കെ വീണ അവസ്ഥയിൽ നിന്ന് എന്നെ അവിടെ ഈ സൗണ്ട്, വലിയൊരു സൗണ്ട് കേട്ടോണ്ട് ഈ ബാറിലുള്ള ആളുകൾ എന്നെ എടുത്തുകൊണ്ട് പോയി. തൊട്ടടുത്ത് തന്നെയാണ് വീട്, അവിടെ കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം രാവിലെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ, അല്ലെങ്കിൽ സോറി, ഈ മരിച്ചു വീണ ആളുകളുടെ ഒക്കെ ഈ സ്കെച്ച് ഇടുന്ന പോലെ ഇടയത്ത് ഇങ്ങനെ ഒരു പാട് പോലെ കിടക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു അതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്, മദ്യപാനം ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് കുട്ടിയായി, മൂത്ത കുട്ടിക്ക് അവള് പ്രഗ്നന്റ് ആയപ്പോ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും മനസ്സിലായി. എല്ലാം എപ്പോഴും തിരക്കാണ്. എനിക്ക് തിരക്കോട് തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈഫിന്റെ അനിയത്തിമാരൊക്കെ അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ അവരോടോ അല്ലെങ്കിൽ അമ്മോടോ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ് അവര് ടാക്സിയൊക്കെ വിളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ ഞാന് വൈഫ് ഡെലിവറി ആവാറായപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കണം. അപ്പൊ നാട്ടിലെത്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പൊ ഞാന് എന്നോട് വിളിച്ചു പറഞ്ഞു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴൊന്നും ആശുപത്രിയിലേക്ക് പോകാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനൊന്നും അല്ല ഞാൻ പോയത്. ഞാൻ നേരെ എന്റെ വീടിന് തൊട്ട് അകലെയുള്ള ഒരു അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബാറിൽ പോയിരുന്ന് കൂട്ടുകാരെ വിളിച്ച് എന്റെ ഭാര്യ പ്രസവിക്കാൻ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കുടി തുടങ്ങി. എനിക്ക് കോള് വരുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോ ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ദൂരാണ്, പക്ഷെ ഞാൻ ഇപ്പൊ വരാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കള്ളു കുടിച്ചോണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ അവസാന കോള് വന്നു, ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വീണ്ടും മദ്യം കഴിച്ച് ഏകദേശം ഒരു ബോധം കിടന്ന അവസ്ഥയിൽ. അപ്പൊ എന്റെ അളിയന് അവിടെ ഒരു കടയുണ്ട്. അപ്പൊ പുള്ളി ഒന്ന് അന്വേഷിച്ചപ്പോ ഞാനിങ്ങനെ വല്ലാതെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ടാക്സി വിളിച്ചു തന്നു. ആ ടാക്സിയില് ഡ്രൈവറെ പോകുന്ന വഴിക്ക് വല്ലാതെ ഉപദ്രവിച്ചു എന്നൊക്കെ അയാൾ തന്നെ പിന്നീട് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. ഉപദ്രവിച്ചു, ഞാൻ അടുത്ത പാടി പോകാന്നുള്ളത് ഉപദ്രവമാണല്ലോ, അയാളെ മർദ്ദിച്ചു എന്നല്ല. ഏതായാലും ഞാൻ കുടിച്ച് ബോധം കെട്ട് അവിടെ കിടന്നു. 2 മണി 3 മണി ആയപ്പോഴത്തേക്കൊക്കെ എനിക്ക് നല്ല ബോധം തെളിഞ്ഞു. ഞാൻ എന്റെ അഴുക്ക് പിടിച്ച, അന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അഴുക്ക് പിടിച്ച വസ്ത്രമൊക്കെ കൊണ്ടേ കളഞ്ഞിട്ട് കുളിച്ച് റെഡിയായി ആശുപത്രിയിലേക്ക് ചെന്നു. എനിക്കൊരു നിർവികാരമായ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഒരു കുട്ടിയുണ്ടായ സന്തോഷമോ അല്ലെങ്കിൽ അവരന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തലേദിവസം ഈ പെയിനും ഒക്കെ ആയിട്ട് നമുക്കറിയാം ലേബർ വാർഡിന് മുമ്പിലിരിക്കുന്നവരുടെ അസ്വസ്ഥതകളൊന്നും എനിക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊരു നിർവികാരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെന്നത്. ഏതായാലും അത് വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു മദ്യപാനം. ഒരു ദിവസം ഞാൻ നന്നായിട്ട് എന്തോ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി. അതിന്റെ ഇടയ്ക്ക് ടിവികൾ തല്ലി പൊളിയുന്നുണ്ട്, ടിവിയുടെ റിമോട്ടുകൾ വലിച്ചെറിയുന്നുണ്ട്, പ്ലേറ്റുകൾ വലിച്ചെറിയുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എന്തോ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോ എന്റെ അമ്മയും എന്റെ മൂത്ത അളിയനും എന്റെ കട്ടിലിന്റെ ചോട്ടിൽ ഇരിപ്പുണ്ട്. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഇത് വല്ലാത്ത പ്രശ്നമായിട്ടുണ്ട്. കാരണം എന്റെ ഭാര്യ വിളിച്ചു വരുത്തിയതാണ് അവരെ. അന്ന് ഞങ്ങള് ഒരു തൊടുപുഴയാണ് താമസിക്കണേ, ചെറിയ വീടുണ്ട്. ഏതായാലും ഞാന് കേട്ടിട്ടുണ്ട് ഈ ജോബി എന്ന് പറഞ്ഞ കോതമംഗലത്തെ ഒരാള് ആളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുള്ള കാര്യം. അതെന്റെ അമ്മ എന്നെ പള്ളിയിൽ പോയപ്പോ ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പൊ അമ്മയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ രാവിലെ വന്നേക്കണതിന്റെ ആവശ്യം ഒരു അച്ഛനെ കാണണം, കൗൺസിലിംഗ് ചെയ്യണം, മാറ്റണം എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വന്തമായി കാറെടുത്ത് ആ ആളൂർ എന്ന് പറയുന്ന ലഹരി മോചന പരിശീലന ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കയറി കഴിഞ്ഞ പിന്നെ 7 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ റിസപ്ഷനിലേക്ക് കീ കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പൊ അവിടെ കയറി കഴിഞ്ഞ് ഒരു ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അവര് ഫാമിലിയിലെ അംഗങ്ങളെ വിളിച്ചു വരുത്തും. അപ്പൊ എല്ലാവരും പരിഭ്രാന്തരാണ്. കാരണം ഞങ്ങള് 10-60 പേരുള്ളതിൽ ചിലർക്ക് ഭാര്യ വരുമെന്ന് നിശ്ചയമില്ല, ചിലർക്ക് ഭാര്യ വരുമെന്ന് ഉറപ്പുണ്ട്, ചിലരുടെ ഭാര്യമാര് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകളാണ് ഞങ്ങളുടെ ഈ 60 പേരില്. എനിക്കും വലിയ ഉറപ്പൊന്നുമില്ല, കാരണം ഇവര് എന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആള്. വരുമെന്നൊന്നും വലിയ ഉറപ്പില്ല. പക്ഷെ ഞങ്ങൾ ഈ കുന്നിമുകളിലുള്ള ഈ ലഹരിമോചന പരിശീലന ക്യാമ്പിന്റെ ഈ ബിൽഡിങ്ങിന്റെ ജനലിൽ നിന്ന് താഴത്തുനിന്ന് ഇങ്ങനെ ആളുകൾ കയറി വരുന്നത് കാണാം. ഓരോരുത്തരുണ്ട്, അതെന്റെ ഭാര്യയും അമ്മയാ അപ്പൊ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പൊ ഞാനും ആ ജനലിൽ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഭാര്യ താഴത്തുനിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു.
എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചു പോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രമാത്രം പരാജയം നേരിട്ട ഒരു സന്ദർഭം എനിക്കില്ല. ഞാൻ അതിനു മുമ്പ് എത്രയ്ക്കോ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് അതിനു മുമ്പ് വെച്ചാൽ 2-3 ദിവസത്തെ ക്ലാസ്സും ഇതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് നന്നായ പശ്ചാത്താപം ഉണ്ടായെന്നുള്ളതാണ്. കാരണം ഒരു ദീർഘകാലമായിട്ടുള്ള കുടി എന്റെ വീട്ടിലും എന്റെ വൈഫിന്റെ കാര്യത്തിലാണേലും ഫാമിലി ജീവിതത്തിലും എല്ലാം ഉണ്ടാക്കിയ പ്രശ്നങ്ങള് ഞാൻ അവിടെ നിന്ന് ഓർത്തെടുത്തു. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുന്നു. അത് അവരുടെ ഒരു ശീലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒക്കെ ക്ഷമ ചോദിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അതിനു മുമ്പ് തന്നെ അവിടുത്തെ ഒരു എ മെമ്പർ പല നാടുകളിൽ നിന്നുള്ള എ മെമ്പേഴ്സ്, ഇപ്പൊ ഞാൻ തൊടുപുഴയിൽ നിന്നാണെങ്കിൽ തൊടുപുഴയിൽ നിന്നുള്ള ഒരു എ മെമ്പർ, അങ്ങനെ പല നാടുകളിൽ നിന്ന് എ മെമ്പേഴ്സ് അവിടെ വരും. അപ്പൊ അവർ അൾത്താരയിൽ കയറി ഇങ്ങനെ നിരന്ന് നിൽക്കും, ഓരോരുത്തരെ കയ്യിൽ പിടിച്ചേൽപ്പിക്കും. ഇപ്പൊ അമേരിക്കയിലുള്ള സെബി അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്റെ കയ്യിലൊക്കെ പിടിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവനെ മീറ്റിങ്ങിന് കയറ്റണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി. ആൽക്കോളിസ് അനോണിമസിന്റെ മീറ്റിങ്ങിന്റെ അഡ്രസ്സും സെബിയുടെ ഫോൺ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ഞായറാഴ്ച ആണ് മീറ്റിംഗ്. ഏകദേശം 5:30ക്കാണ് മീറ്റിംഗ്. ഇവിടെ പഴമക്കാർക്കൊക്കെ അറിയാം, തൊടുപുഴ വിസ്ഡം ഗ്രൂപ്പ് ഒരുപാട് പഴയ ഗ്രൂപ്പാണത്. അപ്പൊ ആ ഗ്രൂപ്പില് 5:30ക്ക് തുടങ്ങുന്ന മീറ്റിങ്ങിന് 4:30ക്ക് ഞാൻ അവിടെ ചെന്ന് നിന്നു എന്നുള്ളതാണ്. എനിക്ക് അത്രയ്ക്ക് ആവശ്യമായിരുന്നു. കാരണം ദീർഘകാലമായിട്ടുള്ള കുടി എന്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ചുരുങ്ങിയ കാലം മാത്രമാണ് ഞാൻ കുടിച്ചുള്ളൂവെങ്കിലും ആ കുടിയുടെ എഫക്റ്റ്, അതായത് ഞാൻ പലപ്പോഴും പറയും 5 വർഷം 10-30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 20 വർഷം കൊണ്ടൊക്കെ കുടിക്കുന്ന കുടി 5-6 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തിൽ താഴെ ഞാൻ കുടിച്ചു തീർത്തു എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ മീറ്റിങ്ങിന് കയറി. അന്ന് പല ആളുകളും അവിടെ നിന്ന് സംസാരിച്ചു. അപ്പൊ ഞാനൊരു കേസിൽ പ്രതിയാണ്. കാരണം ഞാൻ ബാറിലുണ്ടായ ഒരു അടി മൂലം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ 18 കേസിൽ പ്രതിയായിരുന്നു എന്നും അയാളുടെ ഷെയറിംഗും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പൊ 18ലും താഴെയാണല്ലോ ഒന്നോ. അപ്പൊ ഞാൻ ഏതായാലും ഇത് കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവിടെ നിന്നു. അപ്പൊ അവര് 90 days 90 മീറ്റിംഗ് കീപ് കമ്മിങ് ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരൊക്കെ അറിയാവുന്ന ഭാഷയിൽ അന്നത്തെ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് അങ്ങോട്ട് തലേ കയറിയെന്ന് വെച്ചിട്ട് സത്യത്തിൽ ഇപ്പൊ പറയണേ അതങ്ങ് തലേ കയറിയില്ല. അന്ന് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട്, കാരണം അത് പള്ളി ബിൽഡിങ്ങിലായിരുന്നു, ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഏതായാലും എനിക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എന്റെ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. പുതിയ ഞാനിപ്പോ പറഞ്ഞു വന്നത് മനോഭാവങ്ങളിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അന്ന് വരെ വളരെ മടിയോടുകൂടി പാസ്പോർട്ടിനെ പറ്റി പോലും ചിന്തിക്കാതിരുന്ന ഞാൻ പാസ്പോർട്ടിനെ പറ്റി ചിന്തിച്ചു. എന്റെ കൊച്ചിയിലുള്ള പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് ഞാൻ അവിടുത്തെ ഒരു ഇച്ചിരി പ്രായമായ സ്ത്രീയാണ്. അവരെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല, ഇന്നാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് ജഡ്ജ്മെന്റിന്റെ കോപ്പി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ജഡ്ജ്മെന്റിന്റെ കോപ്പി എനിക്ക് എന്റെ വക്കീല് എനിക്ക് തന്നു. ഞാൻ അത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. എനിക്ക് ഏതായാലും പാസ്പോർട്ട് കിട്ടി. അവിടെ എനിക്ക് ഉടനെ തന്നെ എന്റെ കൂട്ടുകാർ പലരുടെ സഹായത്താല് ഞാൻ UK പോവുകയാണ്. അപ്പൊ UK എത്തി. എനിക്ക് നല്ല ടെംപ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒരു ഹണിമൂൺ പീരീഡ് ആണ്. കാരണം വെച്ചാൽ ഞാൻ AIL എത്തിയിട്ടുള്ളൂ. അതിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് ബിഗ് ബുക്ക് പോലും അന്ന് എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതായാലും ഞാൻ അല്ലെങ്കിൽ അതിനകത്ത് വലിയ ശ്രമം നടത്തിയിട്ടില്ല. അവിടെ ബിഗ് ബുക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ അതിനകത്തൊന്നും വലിയ ശ്രമം നടത്തിയിട്ടില്ല. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ അശ്രദ്ധമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ കൊണ്ടു കടന്നിരുന്നത്. വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം എന്റെ പഴയ ആളുകളൊക്കെ ഒരുപാട് രീതിയിൽ എന്നോട് സംസാരിക്കാനും എന്റെ വീട്ടിൽ വരാനും ഞാൻ അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോകാനൊക്കെ ഞാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പഴമക്കാര് ശ്രമിച്ചിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ എല്ലാ ദിവസവും വീട്ടിൽ വരൂ ഒക്കെ ഞാൻ ഓർക്കുന്നു. ഏതായാലും അവിടെ നിന്ന് ഞാൻ പാസ്പോർട്ട് കിട്ടി. ഞാൻ UK എത്തുകയാണ്. UK ആദ്യം ഞാൻ ഒരു കടയിൽ പോയി. കടയില് ബ്രാൻഡി ഇതുണ്ട്, ലിക്വർ സ്റ്റോറും കൂടി കൂടിയാണത്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ടെംപ്റ്റേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ കുടിച്ചില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനത് എന്റെ ഒരു കൂട്ടുകാരുടെ അടുത്താണ് പോയത്, മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ നിന്ന് തന്നെ നേരെ പെങ്ങളോട് പറഞ്ഞു നീ ഇങ്ങോട്ട് വാ, ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും അവിടെ പെങ്ങളുടെ അടുത്തേക്ക് പോയി. അവിടെ ഞാൻ ജോലി ആദ്യം കിട്ടിയത് അവിടെ ഒരു കടയിൽ ആദ്യം ജോലി കിട്ടിയത്, ഒരു സൂപ്പർ സ്റ്റോർ, മലയാളി സൂപ്പർ സ്റ്റോറാണ്. അപ്പൊ ഇയാളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു കുപ്പിയായിട്ട് വരും, കുടിക്കും.
ഇയാളുടെ ഭാര്യ മക്കളെല്ലാം അവിടുത്തെ കമ്മ്യൂണിറ്റി പോലീസുകാരൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. കാരണം ഇയാളുടെ കുടി മൂലം വീട്ടിൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ആ കടയിൽ തന്നെയാണ് ഞാൻ നിൽക്കണേ. ഇയാൾ ഇങ്ങനെ മേടിച്ചോണ്ട് വരുന്നതും എന്നെ വിട്ടിട്ട് ഒരു കുപ്പി മേടിച്ചോണ്ട് പോടാന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പയ്യെ പയ്യെ എന്റെ മദ്യാസക്തി ഉണരാൻ തുടങ്ങി. എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യമുള്ള എന്റെ പെങ്ങടെ ഭർത്താവും കുടിക്കും. അപ്പൊ അവരുടെ രണ്ടാം നിലയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് ഇവര് പുള്ളി കുടിക്കുന്ന പറഞ്ഞിട്ട് മിതമായി കുടിച്ച് അന്നത്തെ കാലത്ത് മിതമായിട്ടൊക്കെ കുടിച്ച് പാട്ടൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് ടെംപ്ടേഷൻ ഒക്കെ ഉണ്ട്. ഏതായാലും ഞാൻ എന്റെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരു കോൾ ചെയ്യാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, കുടിക്കാൻ തോന്നുവാണ്. അപ്പൊ അയാളാണ് എന്നോട് പറഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ലോകം മുഴുവനും. നീ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാല് നിനക്ക് ഈ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബെൽഫാസ്റ്റ് ഓഫീസിലെ നമ്പർ കിട്ടി. ഞാൻ ബാങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മീറ്റിംഗ് റൂമിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. അന്ന് എനിക്ക് ഒരു 20 പൗണ്ട് കൊടുത്ത ഒരു പഴയ സൈക്കിൾ എന്റെ കയ്യിലുള്ളൂ. ഞാൻ ആ സൈക്കിളും വെച്ച് ഞാൻ അവിടെ ചെന്നു. സൈക്കിൾ ഫ്രണ്ടിൽ വെച്ചു. ഞാൻ റൂമിലേക്ക് കയറി. അപ്പൊ ക്ലോസ്ഡ് മീറ്റിംഗ് എന്ന് ആ റൂമിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പയ്യെ റൂമിൽ മുട്ടി. അപ്പൊ ചെറിയ ഭയമുണ്ട്. കാരണം അന്നൊക്കെ ഈ പല രാജ്യങ്ങളിലും വെടിവെപ്പൊക്കെ നടക്കുന്ന സ്ഥലം. പല എന്നുവെച്ചാ നമ്മൾ നാട്ടിൽ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ 1-2 ഇന്ത്യക്കാരെയൊക്കെ കൊന്ന് ഓസ്ട്രേലിയയിലൊക്കെ കൊന്ന സമയം. ഏതായാലും ഞാൻ അവിടെ നിന്ന് ഭയമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു വർഗീയത അല്ലെങ്കിൽ എന്റെ കളർ ഇതാണ്, ഇവരെ എന്നോട് എങ്ങനെ പെരുമാറും. അത് മാത്രമല്ല, ഇംഗ്ലീഷിൽ അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഡിഗ്രിയും നേഴ്സിംഗും ഒക്കെ പഠിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്ര പരിജ്ഞാനമൊന്നും എനിക്ക് ആയിട്ടുമില്ല. ഏതായാലും ഞാൻ അവിടെ മുട്ടിയപ്പോ തന്നെ വാതിൽ തുറന്നു. അവര് രണ്ടുപേരെ എന്നെ കെട്ടിപ്പിടിച്ച് ആൽക്കഹോളിസംസിന്റെ ആ മീറ്റിംഗിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. എനിക്കൊരു കോഫി എടുത്തു തന്നു, ബിസ്ക്കറ്റ് എടുത്തു തന്നു. അന്ന് എനിക്ക് എല്ലാവരും കൂടി സൈൻ ചെയ്ത് ഒരു ബിഗ് ബുക്ക് തരുകയും ചെയ്തു. അവരെന്നെ പരിചയപ്പെട്ടു, എവിടെയാന്നൊക്കെ വീടൊക്കെ ചോദിച്ചു. ഞാനത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, നീ സൈക്കിളിനാണ് വേണമെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ, ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കണേ. അപ്പൊ എന്റെ അഡ്രസ്സ് മേടിച്ചു അയാള് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു. നീ ഇന്ന സമയത്ത് 10 മിനിറ്റ് മുമ്പ് റെഡി ആയിട്ട് പുറത്തിറങ്ങി നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ പിക്ക് ചെയ്തു. അയാൾ എന്നെ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു. അപ്പോഴും ഞാൻ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് അയാളോട്, ടോം ലെനൻ എന്നാണ് അയാളുടെ പേര്. അയാള് വർഷം അയാളാണ്. അപ്പൊ അയാൾ അവിടെ ഒരു കടയൊക്കെ നടത്തുന്നത്, സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അയാളോട് ഞാൻ ഇങ്ങനെ എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന വഴി, ഞാൻ ഇറങ്ങിയ വഴി ഞാൻ അയാളോട് ചോദിച്ചു, വൈൻ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞത് വൈനിൽ എത്രമാത്രം കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ വൈനിൽ ആൽക്കഹോൾ കണ്ടന്റ് എത്രമാത്രം ഉണ്ടെന്നൊന്നും അയാൾ എന്നോട് പറഞ്ഞില്ല. അയാൾ എനിക്ക് വാഗ്ദാനം ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ചങ്ങാത്താണ്. അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഏത് രാത്രിയും പകലും നീ കുടിക്കാതിരിക്കുമെങ്കിൽ എന്റെ അടുത്ത് വരാം, ഏത് രാത്രിയും പകലും. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം എനിക്ക് അന്ന് അത് ആവശ്യമായിരുന്നു. കാരണം എനിക്ക് അധികം പരിചയമൊന്നുമില്ല. മലയാളികളുണ്ട്, അവരുടെയൊക്കെ അടുത്ത് പോയാലും എല്ലാവരും തന്നെ കുടിയന്മാരാണ്. അപ്പൊ അങ്ങനെ അധികം നമ്മൾ പോകാറുമില്ല. അപ്പോൾ ഞാൻ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ അടുത്ത് പോവും, കോഫി കുടിക്കും. അയാളൊരു വയലിനിസ്റ്റ് ആണ്. അപ്പൊ അയാള് പാട്ടൊക്കെ പാടും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി ഞാന് പറയാൻ പോകുന്നത് പിന്നീട് എന്നിലുണ്ടായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ മനോഭാവ മാറ്റങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഒരു ബർത്ത്ഡേക്ക് പോകാനായിട്ട് ഒരു ക്ഷണം കിട്ടുകയാണ്. അവിടെ ഒരു മലയാളിയുടെ ബർത്ത്ഡേ പരിപാടിയാണ്. അപ്പൊ ഞാനത് എന്റെ ഗ്രൂപ്പില് ഒരു AI മെമ്പറോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ ബർത്ത്ഡേക്ക് പോണതിന് കുഴപ്പമില്ല, പക്ഷെ നീ പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം, ആ ബർത്ത്ഡേയുടെ ഇടയ്ക്ക് എന്നെ വിളിക്കണം, അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്നെ വിളിക്കണം. അപ്പൊ നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 3 പ്രാവശ്യം കോള് വന്നിരിക്കണം. അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ അങ്ങനെയൊക്കെ. അപ്പൊ അയാൾ എന്നെ സംരക്ഷിച്ചു നടത്താനായിട്ട് ചെയ്ത ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഞാൻ 4 വർഷം കുടി നിർത്തിയെന്ന് പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തില് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ AI വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരുന്നത്. ആ 4 വർഷം ഞാൻ ബാറിലായപ്പോ അവരോട് പോയിരിക്കും, അവർ കുടിക്കുന്ന നോക്കിയിരിക്കും, അല്ലെ അവർക്ക് മദ്യം മേടിച്ചു കൊടുത്തിരിക്കും, മദ്യത്തെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കും. ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് പോകാനോ അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന സദസ്സിൽ പോകാനോ ഒന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഏതായാലും ഞാൻ ആ ബർത്ത്ഡേക്ക് പോയി. അയാൾ പിന്നീട് ഒരു കാര്യം പറഞ്ഞു, നീ അവര് തുറന്നു വെച്ച ഒരു കുപ്പിയിൽ നിന്നും
ഒന്നും കുടിക്കരുത്, നിനക്ക് ദാഹിക്കുവാണെങ്കിൽ നീ ടാപ്പ് വാട്ടർ മേടിക്കണം, ടാപ്പ് വാട്ടർ കുടിക്കണം, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു ബോട്ടിൽ വാട്ടർ മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പൊ നന്ദിയോടെ ഓർക്കുകയാണ്. പിൽക്കാലത്ത് ഞാൻ പലപ്പോഴും പല കല്യാണങ്ങൾക്ക് പോകുമ്പോഴും ഞാൻ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ എന്റെ മുമ്പിലത്തെ വെക്കേഷന് നാട്ടിൽ വന്നപ്പോ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് വന്നപ്പോ അവിടെ ഒക്കെ കുപ്പിയാണ്. അപ്പൊ ഞാനിങ്ങനെ വന്നൊക്കെ വേണം, അപ്പൊ എല്ലാവരും അടിക്കുന്നില്ലേ പുറകിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോ ഞാനത് 2-3 പ്രാവശ്യം എന്റെ ഗ്രൂപ്പിലുള്ള ആളുകളെ ഞാൻ വിളിച്ച്, ഞാൻ ഇന്ന് കല്യാണത്തിന് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം വിളിച്ചു. അത് എന്റെ ആവശ്യമാണ്. കാരണം എത്ര വർഷം കഴിഞ്ഞാലും കുടിയിൽ നിന്ന് നമ്മൾ സുഖപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുടിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ എന്റെ മുമ്പിൽ അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. 13 വർഷം കുടിച്ചവരും 13 വർഷം കഴിഞ്ഞിട്ട് കുടിച്ചവരും 32 വർഷം കഴിഞ്ഞ് കുടിച്ചവരെയൊക്കെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ കണ്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ആ ഒരു കാര്യം തുടർന്ന് ചെയ്യാൻ പോയി. എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകണമോ എന്ന് ചോദിക്കണേ, എന്റെ ആ മനോഭാവത്തിന് മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ അവിടെ 55 വർഷവും 40 വർഷവും 30 വർഷവും 18 വർഷവും 14 വർഷക്കാരൊക്കെ എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകുന്നവർ കണ്ടിട്ടുണ്ട്. രാവിലെ 12:30ക്കും വൈകിട്ട് 8 മണിക്കും മീറ്റിങ്ങിന് ചെല്ലുമ്പോഴും 2 മീറ്റിങ്ങിന് മന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ഥിരമായി മീറ്റിങ്ങിന് പോകേണ്ടതിന്റെ ആവശ്യം, ഞാൻ സ്ഥിരമായി ബാറിൽ ആയതുകൊണ്ടാണ്, ഞാൻ സ്ഥിരമായി ബ്രാൻഡിക്കടയിൽ പോയിരുന്നവനായതുകൊണ്ടാണ്. ഇതൊരു ആത്മീയ പരിപാടിയാണ്. ഇതൊരു മതപരമായ സംഘടനയല്ല, പക്ഷെ ഇതൊരു ആത്മീയ പരിപാടിയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ സ്പീക്കർമാരൊക്കെ പറയാറുണ്ട്, ഇതൊരു ആത്മാവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും കാര്യങ്ങൾ നമ്മൾ ഡോക്ടറുടെ അഭിപ്രായത്തിലും ബില്ലിന്റെ കഥയിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ആത്മാവുമായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ട്. കാരണം അതിനകത്തൊരു സുസ്ഥിതി പാലിക്കുമ്പോഴാണ് എനിക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അത് എല്ലാ ദിവസവും പാലിക്കണം. ഒരു ദിവസം ഞാൻ വന്നു, കേട്ടു, അത് തുടർച്ചയുണ്ടാകണമെങ്കിൽ സ്ഥിരമായ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കണം. സ്ഥിരമായ മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ആത്മീയ സുസ്ഥിതി പാലിക്കാനായിട്ടുള്ള പ്രേരണ കിട്ടും. ഞാൻ മീറ്റിങ്ങിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് ഭാഗമാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുക. അപ്പോ ഞാൻ മീറ്റിംഗ് പോകുന്നുണ്ട്. ഒരു ദിവസം എന്റെ അടുത്ത് കെന്നത്ത് റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സ്പോൺസർ ഉണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്ക് സ്പോൺസർ എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് അറിയത്തില്ല. കാരണം കുറച്ച് ദിവസങ്ങളല്ലേ അയാളൂ സജീവമായിട്ട് ആവാൻ തുടങ്ങിയിട്ട്. ഏതായാലും അയാൾ പറഞ്ഞു, നീ ഒരു പണി ചെയ്യേ, ഞാൻ നിന്നെ എല്ലാ ശനിയാഴ്ചകളിലും ബാങ്കർ ലൈബ്രറിയിൽ വരണം. തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ 10 മണിക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇയാൾ വേറെ ദൂരെ എവിടെയാണ്, അയാളെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ ഏതായാലും ഒരു 10 മണി എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞ 10:30 ആയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. 10:30 ആയിട്ട് ഞാൻ അയാളുടെ അടുത്തെത്തി. അപ്പൊ അയാള് വെച്ചിട്ട് ദേഷ്യത്തിലൊക്കെയാണ്. കാരണം 10 മണി എന്ന് പറയുന്ന അത് ഒരു ടൈം ഉണ്ടല്ലോ. ഞാൻ 10:30 മിനിറ്റ് താമസിച്ചാണ്. അതെന്നെ അയാൾക്ക് വെച്ച് ദേഷ്യമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാന് എല്ലാ സമയങ്ങളിലും എന്ത് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലും അതുവരെ ഒരു ഡിസിപ്ലിൻ പാലിക്കാത്ത ആളായിരുന്നു, അച്ചടക്കം പാലിക്കാത്ത ആളായിരുന്നു. ഏതായാലും 10:30 ഞാൻ അവിടെ എത്തി. അയാൾ പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. എന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് 1-ാം പടിയും 2-ാം പടിയും 3-ാം പടിയും ഒക്കെ കാണിച്ച് ബുക്കിലൂടെ വരച്ച്, ബിഗ് ബുക്കിലൊക്കെ വരച്ചൊക്കെ കാണിച്ചിട്ടാണ് എന്നോട് സ്കെച്ച് പേന മേടിക്കണമെന്ന് പറയുന്നു. 4-ാം പടി എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ കൃത്യമായിട്ട് എന്നാലാകുന്നത് മനസ്സോടെയാണ് ചെയ്തതെന്ന് ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. ഏതായാലും അവിടെ അത് കൃത്യമായി ചെയ്തു. ഒരു ദിവസം എനിക്ക് അത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, യാന്ത്രികമായി ചെയ്യുന്നു എന്നാണ് ഞാൻ പിന്നീട് ഇപ്പോഴൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അതെല്ലാം അതവിടെ ചെയ്തു. ഞാൻ ഒരു ദിവസം എന്റെ ജോലിയിൽ നിന്ന് സസ്പെൻഷനിലായി. കാരണം ഞാനത് സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്ത് അവിടെ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത്, കാരണം ഞാനൊരു ഒരിക്കലും പേഷ്യന്റിനെ അയാളെ അങ്ങനെ എടുത്ത് നിർത്തരുത്. ഞാനൊന്ന് എടുത്ത് നിർത്തിയിട്ട് അയാൾ വീണുപോയപ്പോ അയാളുടെ തലയോട്ടിയിൽ ഒരു പൊട്ടൽ വീണു. അതെനിക്ക് അത് മാർക്ക് ചെയ്യാണ്ടൊക്കെ പോയി. അതങ്ങനെ ആ റിപ്പോർട്ടൊക്കെ പോയതുകൊണ്ട് ഞാൻ അങ്ങനെ സസ്പെൻഷനായി. അപ്പൊ സസ്പെൻഷനാകുമ്പോൾ എനിക്ക് വലിയ പേടിയായി. ഞാൻ ഇയാൾ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി.
അപ്പൊ ഇഷ്ടംപോലെ സമയമുള്ള 6 മാസം സസ്പെൻഷനിലാക്കി കഴിഞ്ഞപ്പോ ഇഷ്ടംപോലെ സമയം. ഏതായാലും രാവിലെ വൈകുന്നേരം മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അപ്പൊ എന്റെ മനോഭാവത്തിന് ഉണ്ടായ മാറ്റത്തിന് ഒരു കാരണം അവിടെ ഒരു എനിക്ക് അടി കിട്ടിയോണ്ടാണ്. ഞാനൊരു സസ്പെൻഷനിലായതുകൊണ്ടാണ് എന്റെ മനോഭാവത്തിൽ കുറച്ചും കൂടി മാറ്റം കിട്ടിയത്. അതിനു മുമ്പൊക്കെ പലരും എന്നോട് പറയുമായിരുന്നു, മീറ്റിങ്ങിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നീ സന്തോഷവാനായിരിക്കുമ്പോൾ പ്രോഗ്രാം ചെയ്യണം, നീ സുഖമായിട്ടിരിക്കുമ്പോൾ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ അത് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ ഇത് സസ്പെൻഷനിലായപ്പോ പ്രോഗ്രാം ഇച്ചിരി കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പേടിയുണ്ട് എനിക്ക് തിരിച്ച് ജോലി കയറാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ അയാള് പറയുന്നത് 10 മണിയൊക്കെ എന്ന് പറഞ്ഞ 10 മണിക്ക് എത്താൻ തുടങ്ങി. അതിന് പ്രേരണയായ മറ്റൊരു കാരണം കൂടി എനിക്ക് ഞാൻ പറയാം. ഏകദേശം 8 മണി ആകാറായി. ഞാൻ മറ്റൊരു കാരണം കൂടി പറയാം. അതായത് അയാള് ഈ 10 മണിക്ക് ഇയാൾ ഇവിടെ വരുന്നുണ്ട്. ഞാനൊരു ദിവസം ഇങ്ങനെ ശനിയാഴ്ച ലീവ് എടുത്ത് അടുത്തുള്ള ബീച്ചിൽ പോകുമ്പോ ഇയാളുടെ കാർ അവിടെ കിടപ്പുണ്ട്. ഞാൻ ഒരു നീല കാറാണ്, അപ്പൊ എനിക്കറിയാം അയാളുടെ കാറ്. അപ്പൊ ഞാൻ അയാളുടെ കാറിന്റെ പുറകു വശത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിയപ്പോ ഞാൻ അയാളോടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇയാൾ ഒരു ബിഗ് ബുക്ക് വായിച്ചുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇയാൾ വളരെ കെയർഫുൾ ആയിട്ട് ബിഗ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കാറിന്റെ പുറകെ നോക്കിയപ്പോ അയാളുടെ പാത്രങ്ങളും ബെഡും കാര്യങ്ങളും എല്ലാം ആ കാറിന്റെ ഉള്ളിലുണ്ട്. ഞാൻ തിരിച്ച് അന്നത്തെ വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ചെന്നിട്ട് ഞാൻ പലരോടും ചോദിച്ചു, ഈ കെന്നത്ത് റോബർട്ട്സൺ എന്താ പരിപാടി, ഞാൻ ബീച്ചിൽ ഇങ്ങനെ കണ്ടുള്ളൂ. അപ്പൊ അന്നേരമാണ് അയാളെ പറ്റി ഞാൻ അറിയുന്നത്. അയാള് ഞങ്ങളുടെ അവിടുന്ന് 10-20 മൈൽ അപ്പുറമുള്ള ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അയാള് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പൊ അവര് വാടകക്കാരുമായിട്ടൊക്കെ എന്താ പ്രശ്നമുണ്ട്. അയാൾക്ക് വീടില്ല. അയാള് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അയാള് ഒരുപാട് ദൂരെ നിന്ന് പണം ചെലവഴിച്ച് എന്നെ കാണാൻ വന്നതാണെന്ന്. അപ്പൊ എനിക്ക് ഇച്ചിരിയും കൂടി അതിനോട്ട് ഒരു ആവേശം തോന്നി. ഏതായാലും അയാൾ 10 മണിന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 10 മണിക്ക് തന്നെ പോകാൻ തുടങ്ങി. മറ്റൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാല്, ഞാനൊരു ദിവസം ഇയാളുടെ ഒപ്പം ഈ പടികൾ ചെയ്യുന്നതിന്റെ ഇടയില് ഞാനിങ്ങനെ എല്ലാം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഇയാള് അന്ന് സൈക്കിളിനാണ് വന്നത്. അപ്പൊ സൈക്കിൾ എടുത്തുകൊണ്ട് ഇയാൾ പുറത്തേക്ക് പോകുന്നു. ഞാൻ കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഇയാൾ ഈ സൈക്കിള് അവിടെ ഒരു പിസ്സ ഹട്ടിന്റെ മുമ്പിൽ ചാരി വെച്ചിട്ട് ഇയാൾ ഈ പിസ്സ ഹട്ടിന്റെ ഉള്ളില് പിസ്സയുടെ ആ കടയില് ഉള്ളില് മാനേജറായിട്ട് എന്തോ സംസാരിക്കുന്നതും ഇയാൾ ഈ പിസ്സ എടുത്ത് പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഞാൻ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇയാൾക്കിടയിൽ ചിലപ്പോൾ ഒരു പക്ഷെ പണം ഉണ്ടാകാത്തോണ്ടോ എന്തോ ആകാം, അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ട്, അതായത് ആരോ കഴിച്ച് ബാക്കി വെച്ചിരുന്ന പിസ്സ, വലിയൊരു പിസ്സയാണ്, കഴിച്ചു വെച്ചിരുന്ന പിസ്സയാണ് അയാൾ എടുത്തുകൊണ്ട് പോയതും അവിടെ ഇരുന്ന ഒരു നായക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ട് ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായക്കുട്ടിനോട് സംസാരിച്ചുകൊണ്ട് സൈക്കിളുമായിട്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ കെന്നത്ത് റോബർട്ട്സൺ എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ ഒരു ഏകാരനാണ്. അദ്ദേഹം വളരെ ദൂരെ നിന്ന് പണം മുടക്കി വിശന്നിരുന്നിട്ടും എന്നോട് അന്ന് 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അടുത്ത ശമ്പളമുള്ള എന്നോട് ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു നേരത്തെ കോഫിക്കോ പോലും അയാൾ ആവശ്യപ്പെടാതെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു AI അംഗത്തിനെ സഹായിക്കാനായി വന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലെ ഏറ്റവും വലിയ മഹത്വം. അതാണ് എന്നിൽ ചില മനോഭാവ മാറ്റം ഉണ്ടാക്കിയത്. ഞാൻ അന്ന് ഈ ദിവസം ഞാൻ വീണ്ടും ബിഗ് ബുക്ക് അയാള് എഴുതി തന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അയാൾ എഴുതിയ ചില ഭാഗങ്ങൾ ഇതൊക്കെയാണ്: ഡിസിപ്ലിൻ, അച്ചടക്കം, ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ്. പിന്നെ അയാൾ സ്പിരിച്വലി ഫിറ്റ്, ആത്മീയമായിട്ട് സുസ്ഥിതി പ്രാപിക്കണമെങ്കിൽ ട്രസ്റ്റ് കോഡ്, ക്ലീൻ ഹൗസ്, ഹെൽപ്പ് അതേഴ്സ്, ഈ 3 കാര്യങ്ങളും ചെയ്യണം. ഇതൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. അത് ഞാനത് വായിച്ചു. ഏതായാലും എന്റെ ജോലി തിരിച്ചു കിട്ടി. എനിക്ക് 6 മാസത്തെ ശമ്പളത്തോടുകൂടി എനിക്ക് ജോലി കിട്ടി. ജോലിക്കിടയിലും ഞാൻ മീറ്റിങ്ങിന് കൃത്യമായി പോകാൻ തുടങ്ങി. ഞാൻ യാതൊരുവിധ മടിയും കൂടാതെ പോകാൻ തുടങ്ങി. ഞാൻ ആ മീറ്റിങ്ങിലുള്ള ചില കാര്യങ്ങളും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 1.5 മണിക്കൂർ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിൽ മാത്രമാണ് ആളുകൾ പുറത്തേക്ക് പോവുള്ളൂ. അല്ലാതെ ആ മീറ്റിംഗിൽ 1954 തുടങ്ങിയ മീറ്റിംഗിൽ എല്ലാവരും ആ മീറ്റിംഗിൽ തന്നെ ഇരിക്കും. അവരാരും ഫോൺ ഉപയോഗിക്കുകയോ ഇടയ്ക്ക് കലപല വർത്തമാനങ്ങൾ പറയുകയോ മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും കണ്ടില്ല. അതൊക്കെ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഏതായാലും ഞാൻ ഇടയ്ക്കൊക്കെ വെക്കേഷന് നാട്ടിൽ വരും. അപ്പോഴും ഞാൻ എൻ്റെ നാട്ടിലുള്ള മീറ്റിങ്ങിനൊക്കെ പോകും. മറ്റുള്ളവരായിട്ട് ഇടപെടാനും ഒക്കെ തുടങ്ങി. ഇനി മീറ്റിംഗ് റൂമിൽ ഞാൻ വരുത്തിയിട്ടുള്ള ചില മനോഭാവങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം. എനിക്കറിയാം സമയമാകുന്നുണ്ട്, 8 മണി ആവാൻ പോകുന്നു. അപ്പോൾ ചില ഞാൻ വരുത്തിയ മാറ്റങ്ങൾ, അതായത്
മറ്റൊരു AI അംഗത്തോട് ഞാൻ എങ്ങനെ പെരുമാറണം? ഒരു AI അംഗം മീറ്റിംഗിൽ വരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നമുക്കറിയില്ല അയാൾ എങ്ങനെയാണ് ആ മീറ്റിങ്ങിന് വരുന്നത്. ചിലപ്പോൾ ഒരു ഡോക്ടർ അയാളെ മീറ്റിംഗിലേക്ക് വിട്ടതായിരിക്കാം. അയാൾ ദീർഘകാലമായിട്ട് ഇടിയും കുത്തും ചവിട്ടും ഒക്കെ കൊണ്ട് ഭാര്യ എവിടെയെങ്കിലുമൊക്കെ ഒരു നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ച് അയാളെ AI-ലെത്തിയതായിരിക്കാം. ഒരുപക്ഷെ അയാൾ സ്വയം നിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് AI-ലെത്തിയതായിരിക്കാം. എങ്ങനെയും ആയിക്കോട്ടെ, അയാൾ എന്നെ പോലെ തന്നെ മറ്റൊരു AI അംഗമാണ്. അയാൾ എന്നെ പോലെ തന്നെ ഞാൻ 2009 ഓഗസ്റ്റ് 15-ന് എങ്ങനെ വന്നോ അതുപോലെ തന്നെയാണ് അയാൾ AI-ൽ വന്നിരിക്കുന്നത്. അപ്പൊ അയാളോട് ഞാൻ സ്നേഹത്തിൽ പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു വാക്കാലോ പ്രവൃത്തിയാലോ എൻ്റെ ഒരു നോട്ടത്താലോ ഞാനൊരു ദേഷ്യപ്പെടലാലോ അയാളെ മീറ്റിംഗിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അയാളെ കുടിയിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ തള്ളിവിടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ മീറ്റിംഗിന്റെ റൂമിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. കാരണം ചില ആളുകൾ കയർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നീ അവനെ കുടിയിലേക്ക് വിടരുത് കേട്ടോ. കുടിയിലേക്ക് വിടുക എന്ന് പറയുന്നതിന് അർത്ഥം അവനെ കൊല്ലരുത് എന്ന് തന്നെയാണ്. നമ്മളത് ഇച്ചിരി കാരണം ബില്ലിനോട് നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള പ്രശ്നമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കൈകാര്യം ചെയ്യുന്നത്. ജീവൻ വേണോ മരണമാണോ എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ. അപ്പൊ നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹവും സഹനവുമാണ് നമ്മുടെ നിയമസംഹിത. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞതിലൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗം എന്ന രീതിയിൽ നമ്മൾ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുകയും എനിക്ക് എന്ത് വേണമോ അത് സ്വീകരിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ മീറ്റിംഗ് റൂമിൽ വെച്ചിട്ട് പോകും. നമ്മൾ ലാസ്റ്റ് ഇവിടെയൊക്കെ മീറ്റിങ്ങിന് വായിക്കാറുണ്ട്, നിങ്ങൾ എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നുവോ ഇവിടെ വെച്ചിട്ട് പോവുക എന്ന്. ആ ഒരു നല്ലൊരു മനോഭാവമാണ് അതിനകത്ത് എനിക്ക് മാറ്റമുണ്ടായി. കാരണം അതെനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി. പിന്നെ എനിക്കുണ്ടായ ഒരു മാറ്റം സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആവുക, ഇന്റർ ഗ്രൂപ്പ് ചെയർമാനായി, അല്ലെങ്കിൽ ട്രാവൺകൂർ ഏരിയ കമ്മിറ്റിയുടെ ഡെലിഗേറ്റ് ആയിട്ട് ഞാൻ പോയി പ്രതിനിധിയായിട്ട് ജനറൽ സർവീസ് കോൺഫറൻസിൽ പങ്കെടുത്തു. അത് മാത്രമല്ല, ഞാൻ മീറ്റിംഗ് റൂമിൽ കൃത്യമായി എത്തിച്ചേരണം. ഞാൻ ബാറിൽ 5:30 ചെല്ലാമെന്നൊരു കൂട്ടുകാരനോട് പറഞ്ഞാൽ 4:30 ഞാൻ ആ ബാറിൽ ചെല്ലുവാണ്. എന്നിട്ട് ഞാൻ 2 പെഗ് അടിക്കും. അവൻ വരുന്നതിന് മുമ്പ് 2-3 പെഗ് അടിച്ച് ഞാൻ പൂസായിട്ടിരിക്കും. അപ്പൊ അവൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഞാൻ ബോധം കെട്ടിരിക്കും. ആ രീതിയിൽ കുടിക്കും. അപ്പോ മീറ്റിംഗ് റൂമില് ഞാൻ എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ എത്തിച്ചേരുക, 5 മിനിറ്റെങ്കിലും മുമ്പ് എത്തിച്ചേരുക. അതിപ്പോ ഓൺലൈൻ മീറ്റിംഗിലാണെങ്കിലും ഫിസിക്കൽ മീറ്റിംഗിലാണെങ്കിലും. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച മറ്റൊരു മനോഭാവം, അതിൽ നിന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ മീറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ് അത് എനിക്ക് മറ്റുള്ളവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം. ചിലർ പറയാറുണ്ട് ആളുകൾക്ക് അനോണിമിറ്റിയാണ്, അതുകൊണ്ട് നമ്മുടെ പേരും അഡ്രസ്സും ഒന്നും പറയണ്ടെന്ന്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളില് അംഗങ്ങൾ തമ്മിൽ അനോണിമിറ്റിയുടെ കാര്യമില്ലാന്ന് ഡോക്ടർ ബോബ് ആൻഡ് ഗുഡ് ഓൾ ടൈമേഴ്സില് പറയുന്നുണ്ട്. ഡോക്ടർ ബോബ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പേരോ നിങ്ങളുടെ അഡ്രസ്സോ നിങ്ങളുടെ കൂട്ടുകാരനോ ആയ അംഗത്തിന് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനോണിമിറ്റി ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കയറി വന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് കൊടുക്കണമെന്നൊന്നല്ല. ഗ്രാജുവലി പരിചയപ്പെട്ട് ഒരു സുഹൃത്തായി തീരുന്ന ഒരു അംഗത്തിന് ഞാൻ എവിടെയാണ്, ഞാൻ കാനഡയിലാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നലെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇതിന് വിളിച്ചിട്ട് USA-ലെ ഒരു നമ്പർ ഒന്ന് വിളിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഞാൻ കാനഡയിലാണെന്ന് പറയാതെ ഞാൻ നിങ്ങളോട് മീറ്റിങ്ങിന് വരുന്നുണ്ട് അല്ലെങ്കിൽ യാതൊരു ബന്ധങ്ങളും ഇല്ലാതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് ഒരു കാര്യം ഞാൻ എന്റെ മനോഭാവത്തിൽ വന്ന മാറ്റാണ്. അതായത് മറ്റുള്ളവരുമായി സ്നേഹത്തിൽ പെരുമാറുക, മറ്റുള്ളവരെ അറിയുക, നമ്മളെ കുറിച്ച് അവരോടും സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം, ഈ ഒരു മീറ്റിങ്ങില് നമ്മൾ അവരോട് പെരുമാറുന്ന, ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ഈ ICU പേഷ്യന്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നഴ്സിംഗ് ഒക്കെ ചെയ്തിട്ട് ICUല് നമ്മൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ അവരെ എല്ലാ മണിക്കൂറും നമ്മൾ മോണിറ്റർ ചെയ്യും. എല്ലാ മണിക്കൂറും ECG എടുക്കും, അല്ലെങ്കിൽ BP ചെയ്യും, അവരെ ഫീഡ് ചെയ്യും, അവരെല്ലാം നോക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന ഒരു അംഗം, അയാൾ വളരെ ക്ലേശിച്ചാണ് AAയിൽ എത്തുന്നത്. അയാളോട് നമ്മൾ സ്വീകരിക്കേണ്ട നയം, അയാൾ ഒരു ICU പേഷ്യന്റ് ആണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് VIP എന്നൊക്കെ പറയാറുണ്ട്, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് അയാൾക്ക് കൂടുതൽ പരിഗണന ആവശ്യമുള്ള ആള് എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അത് ഞാൻ മറക്കരുതെന്ന്
ഞാൻ ഞാൻ മറക്കരുതെന്ന് ഞാൻ എന്നെ തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കോളിസ്റ്റ് അംഗത്തിനോടോ മറ്റ് ഒരാളോടോ ഞാൻ ഒരിക്കലും കയർത്ത് സംസാരിക്കാൻ ശ്രമിക്കാറില്ല. എങ്ങാനും കയർത്ത് സംസാരിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അയാളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇന്റർഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗിൽ വെച്ച് ഞാൻ വല്ലാതെ കയർത്ത് സംസാരിച്ചു. നമ്മുടെ സണിച്ചേട്ടനൊക്കെ ഉണ്ടാവും മീറ്റിംഗിൽ ഉണ്ട്. അപ്പൊ ഞാൻ വല്ലാതെ കയർത്തു. ഞാൻ ഇയാള് കാരനാണ് ഇവിടെ ഒരു പരിപാടി നടക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പൊ സണ്ണിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ആൽക്കോളിസ്റ്റ് അനോണിമസിലെ അംഗങ്ങളും എക്ക് വണ്ടി വരുന്നതും ഒച്ചയെടുക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ അവരുടെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയോണ്ടോ അല്ലെങ്കിൽ അവർക്ക് അന്ന് റേഷൻ കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല. ഞാനും പറയുന്നതും അല്ലെങ്കിൽ ഇവിടെ വേറൊരു അംഗം വന്ന് ഒച്ചയെടുത്ത് പറയുന്നതും ഒക്കെ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാണ്ട് നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. ആ ഒരു മനോഭാവം സ്വീകരിക്കുമ്പോൾ നമുക്ക് അവരുടെ എല്ലാം സ്നേഹത്തിൽ പെരുമാറാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ള മറ്റൊരു കാര്യം, ഗോസിപ്പിങ്ങിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത്. പരദൂഷണം പറയുക, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു. നമ്മൾക്ക് അതിരൂക്ഷമായ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 12 and 12 ആണെന്ന് പറയുന്നത്. നമ്മൾ ഒന്നും കിട്ടിയില്ല സ്ത്രീകളെ ബന്ധപ്പെടുത്തി പോലും നമ്മൾ പറയും. സ്ത്രീകളെ ബന്ധപ്പെടുത്തി തന്നെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്ത്രീകളെ ബന്ധപ്പെടുത്തി പോലും വിഖ്യാതികൾ പറയുന്നത്. അതായത് നമുക്ക് ഒരാളെ നശിപ്പിക്കണം. അപ്പൊ കാരണം നമ്മുടെ നീരസം നിസ്സാര കാര്യമല്ല. ചിലപ്പോൾ നമുക്ക് നീരസമൊക്കെ അംഗങ്ങളോട് പോയി, കാരണം നമ്മൾ 4ാമത്തെ ഇൻവെന്ററി എടുക്കുമ്പോൾ, 4th സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അംഗത്തിനോട് നീരസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ അയാളെ താറടിക്കാനും അയാളെ പ്രശ്നത്തിലാക്കാനും ഒക്കെ ആയിട്ട് എന്തും പറയാൻ തയ്യാറായിട്ടൊക്കെ വരുന്നവരെയൊക്കെ കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ കാര്യം അറിയാതെയായിരിക്കും. കാര്യം അറിയാതെ കുറ്റപ്പെടുത്തും. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ദിവസം ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുവാണ്, എന്റെ ഭാര്യ വലിയ പ്രശ്നമാണ്, അമ്മായിയമ്മ അങ്ങനെ പറയണം. അപ്പൊ എന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു പണി, ഞാനിവിടെ ഉണ്ടല്ലോ, നീ ഇങ്ങോട്ട് വാ. അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്ന. ബൈക്ക് എടുത്ത് അയാൾ വന്നു. അപ്പൊ എന്റെ വീട്ടിലെ പെയിന്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാന് പിറ്റേ ദിവസം അപ്പൊ അവന് ചെറിയായിട്ട് പെയിന്റിങ് അറിയാം. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, അന്ന് നീ 2 ദിവസം കൂടെ നിൽക്ക്, എന്റെ കൂടെ നിൽക്ക്. അപ്പൊ അതിനെ ഫുഡ് മേടിക്കുന്നുണ്ട്, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അയാള് അങ്ങനെ അയാളുടെ മെന്റലി അയാൾ ഓക്കെ. ഞാൻ അവന് അന്ന് 600 രൂപയ്ക്ക് കൂലിയുള്ളൂ, പെയിന്റിങ്ങുകാർക്ക് 500 രൂപയ്ക്ക് കൂലിയുള്ളൂ. പക്ഷെ 10,000 രൂപ കൂലിയും കൊടുത്ത് ആണ് വിട്ടത്. ഞാനിത് പറഞ്ഞു വന്നത്, പക്ഷെ ഇത് അറിഞ്ഞ മറ്റൊരു അംഗം എന്നെ കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ എന്തിനാ അയാളെ വിളിക്കണത്, അംഗത്തിന് ജോലി കൊടുക്കാമോ, അംഗത്തിന് അങ്ങനെ ചെയ്യാമോ. ഈ സംഗതി ഞാൻ അയാളോട് പറഞ്ഞില്ല. ഞാൻ കാരണം ഇത് ഒരു പേഴ്സണൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാനത് അങ്ങേരോട് പറഞ്ഞില്ല. അതിനകത്ത് ഞാൻ ക്രെഡിറ്റ് എടുക്കാനും പോയില്ല. ഒരംഗത്തിന് ജോലി കൊടുക്കാമോ, അതെനിക്കൊരു ചോദ്യചിഹ്നമായി. ആൽക്കോളിസ്റ്റ് അനോണിമസിന്റെ പുറത്ത് എനിക്കൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ആൽക്കോളിസ്റ്റ് അനോണിമസിന്റെ പുറത്ത് എനിക്കൊരു മറ്റൊരാൾക്ക് ജോലി കൊടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കണമെന്ന് തന്നെയാണ് എന്നോട് പഴമക്കാർ പറഞ്ഞത്. ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ ഇവിടെ ഒരു തിരുമ്, നമ്മളതിന് ഫിസിയോതെറാപ്പി ഉണ്ട് ഇവിടെ തൊട്ടടുത്ത്. എന്റെ ഒരു സ്പോൺസറാണ് അത് നടത്തുന്നത്. ആ സ്പോൺസറുടെ അവിടെ 2-3 സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിൽ ഒരംഗം അംഗമാണ്. അവര് അതിൽ വന്നിട്ട് 2 വർഷമായുള്ളൂ. എന്റെ സ്പോൺസർ 10-18 വർഷമായി. അപ്പൊ ജോലി കൊടുക്കുന്നത് ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റൂല. നമ്മൾ കൂട്ടായിട്ട് മലനാട് ഇന്റർഗ്രൂപ്പ് തെരഞ്ഞെടുത്തിട്ട് നമുക്ക് ഇന്ന ജോലി അങ്ങ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇന്ന പൈസ പിരിച്ചു കൊടുക്കാം എന്നൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അംഗത്തിന് മറ്റൊരു അംഗത്തിന് സഹായിക്കാം. പക്ഷെ ഇത് നമ്മൾ സൂക്ഷിച്ച് കണ്ടും ചെയ്യണം. കാരണം ജോലി കൊടുത്തിട്ട് കോടതി കയറി ഇറങ്ങേണ്ടിയും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടിയും വന്നിട്ടുള്ള അവസരവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിൽക്കാലത്ത് നല്ല രീതിയിൽ ജോലി കൊടുത്തിട്ട് നല്ല രീതിയിൽ ആൽക്കോളിസ്റ്റ് അനോണിമസിന്റെ വന്നിട്ട് നല്ല ഒരു കമ്പനി നടത്തി നല്ല രീതിയിൽ പോയ കാര്യങ്ങളുമുണ്ട്. ഇവിടെ ഞാൻ ആ കമ്പനിയെ കുറിച്ച് പറയാം. ഞാനും എന്റെ ഒരു പാർട്ണറുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ കൃത്യമായിട്ട് കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യുക. അതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് ഞാൻ എന്റെ പങ്ക് കൂടിയ പങ്ക് എടുക്കുന്നു, അവന് കുറഞ്ഞ പങ്കാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വിചാരമാണ്. അതായത് എനിക്ക് മുന്തിയ പങ്കം വേണം, ആ ഒരു വിചാരമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്ത് ചെയ്താലും എന്ത് പരിപാടിയാണെങ്കിലും കൃത്യമായി ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ആ കമ്പനി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ലാഭകരമായിട്ട് അത് മുന്നോട്ട് പോയി. ഒരു ടെസ്റ്റഡ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ മറ്റേ അംഗം അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാന്
വീടിൽ എന്റെ വീട്ടില് ഇന്നിപ്പോ ഞാൻ രാവിലെ എണീക്കുമ്പോ പാത്രം കഴുകുന്നുണ്ട്. പണ്ട് എനിക്ക് ചോറ് എന്റെ ഭാര്യ എടുത്തു വെക്കണായിരുന്നു, കറികൾ ഭാര്യ വിളമ്പി തരണം. ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്റെ വീട്ടില് കൃത്യമായി പാത്രം രാവിലെ കഴുകുകയും എന്റെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ അവരുടെ എനിക്ക് ആ മെയിൽ തന്നെ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ആ മെയിൽ വിട്ടിട്ടില്ല. ഭാര്യ എനിക്ക് എപ്പോഴും ടീച്ചർമാരെ മെയിൽ അയക്കാം. പണ്ട് ഞാൻ എന്തായിരുന്നു, ഞാൻ എവിടെയാണ്, എന്റെ മൂത്ത മോനൊക്കെ കാലെ കെട്ടിപ്പിടിച്ച് അപ്പ പോകല്ലേ, കുടിക്കാൻ പോകല്ലേ എന്നൊക്കെ പറയുന്നതും രാത്രി കുടിച്ചിട്ട് വന്ന് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നതൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് ഞാൻ എന്റെ കുട്ടികളുടെ കാര്യത്തിൽ, അന്ന് എന്റെ മൂത്ത മോനുള്ളൂ കുടിച്ചോണ്ടിരുന്നത്, അത് ബാക്കിയെല്ലാം എത്തിയതിനു ശേഷം എനിക്കുണ്ടായ കുട്ടികളാണ്. ഏതായാലും ആ മൂത്ത കുട്ടിയുടെ എപ്പോഴും ഞാൻ അവനെ കെട്ടിപ്പിടിക്കും. ഇന്നലെയും കെട്ടിപ്പിടിച്ചു. അവന് 10-12 വയസ്സുണ്ട്. അവനൊരു ഉമ്മയൊക്കെ കൊടുക്കും. അവനോട് ഐ ലവ് യു പറയും. ഞാൻ ഒരിക്കലും പലരും പല ഇതിലൊക്കെ പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ അത് ഒരു സ്നേഹം പ്രകടിപ്പിക്കുക തന്നെയാണ്. കെട്ടിപ്പിടിക്കുക, മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്നോട് അപ്പയ്ക്ക് വലിയൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുക. പിന്നെ അവനൊക്കെ ഇച്ചിരി മ്യൂസിക്കിലൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇനി മീറ്റിംഗ് വിട്ടിട്ട് വേറെ ഒരു പരിപാടികളും ഞാൻ പോകാതെയായി. എക്സ്ട്രാ ഷിഫ്റ്റുകൾ, അതായത് മീറ്റിംഗിന്റെ സമയത്ത് ഇപ്പൊ 8 മണിക്കാണ് ഇവിടെ മീറ്റിംഗിൽ, ഞാനൊരു എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുകയല്ല. കാരണം എനിക്ക് മീറ്റിംഗ് 1 മണിക്കൂർ കിട്ടിയിട്ട് ബാക്കി 23 മണിക്കൂർ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലുള്ള എന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഈ മീറ്റിംഗിൽ നിന്നുള്ള എനർജി നിന്നാണ്. ഇത് വളരെ വളരെ രൂക്ഷമായ ഒരു രോഗമാണ്. നമുക്കറിയാം, പ്രമേഹ രോഗികളോട് ഡോക്ടർമാർ പറയാറുണ്ട് ഇന്ന ഇന്ന ഭക്ഷണമൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ ക്യാൻസർ രോഗികളോട് പറയാറുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കാണേണ്ട ഒരു രോഗമാണ് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യാസക്തി. നമ്മൾ ഭയപ്പെട്ടു പോകും. ചിലപ്പോഴൊക്കെ 12 പടി പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് ഭയപ്പെടും. ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ എന്നോട് 12 പ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങൾ 12 പടികൾ ചെയ്തോ, പടികൾ ചെയ്തിട്ട് പയ്യെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ പ്രൈമറി പർപ്പസ് എന്താണ്? സ്റ്റേ സോബർ, ഹെൽപ്പ് അതേഴ്സ് എന്നാണ്. ഞാൻ കുടിക്കാതിരിക്കുന്നു, മറ്റുള്ളവരെ കുടിക്കാതിരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പ്രാഥമിക ലക്ഷ്യം നമ്മൾ നിറവേറ്റണം, പടികൾ ഒപ്പം ചെയ്യുകയും വേണം. അത് ഞാൻ ഈ പ്രൈമറി പർപ്പസ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ കുടിക്കാതിരിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കുടിപ്പിക്കാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ കുടിക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ കൊണ്ടുപോയി വെച്ച് കെട്ടി 12-ാം പടിയിലേക്ക് വെച്ച് കെട്ടി ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസസ് ആയിട്ടൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടായി. ഞാൻ 12 പടി തീർച്ചയായിട്ടും ചെയ്യണം, മീറ്റിങ്ങിനും പോകണം, ഒപ്പം മറ്റുള്ളവരെ സഹായിക്കുകയും വേണം. അപ്പൊ ഈ 12-ാം പടി പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ കുടിക്കാതിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾ ഞങ്ങളുടെ അവിടെ ഉണ്ട്. അയാള് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യണത്. നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്. 2-3 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ശമ്പളമുണ്ട്. ഇപ്പൊ ഞാന് മരിച്ചുപോയ റൂബൻ, ഷംസുദ്ദീൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്, ജോസഫിനൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെല്ലാം കൂടി അയാളെ കൊണ്ടുവന്നു. അന്ന് നമുക്ക് മീറ്റിംഗ് ഇല്ല, ഒരു ചികിത്സാലയത്തിൽ എത്തിച്ചു. പിറ്റേ ദിവസം അയാൾ ചികിത്സാലയത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. അയാളുടെ ഭാര്യ ടീച്ചറാണ്. ടീച്ചറും എന്നെ വിളിച്ചു പറഞ്ഞു, വലിയ ശല്യ ശുഭരക്ഷയില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഒരു മോളേ ഉള്ളൂ. അയാളെ അവിടെ നിന്ന് റിലീസ് ചെയ്തു. അയാള് പോയി. പിന്നീട് അയാള് ആത്മഹത്യ ചെയ്തു. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല റാങ്കുള്ള, ഒരുപാട് പണം ഉള്ള ആള് ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് നിൽക്കണമെന്നുമില്ല. നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ കമ്പനി 45 വർഷം 50 വർഷമായിട്ട് ഹോട്ടൽ വ്യവസായം നടത്തുന്ന, 40-50 വർഷമായിട്ട് പെയിന്റിംഗ് വ്യവസായങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്. അപ്പൊ പണമോ എന്റെ കുടുംബ പാരമ്പര്യമോ എന്റെ മറ്റു കാര്യങ്ങൾ, ഞാനിപ്പോ കഥകൾ പറഞ്ഞപ്പോ എന്റെ അപ്പനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തന്നെ. എന്റെ അപ്പം കുടീനായതുകൊണ്ടല്ല ഞാൻ കുടീനായത്. ഒരു പക്ഷെ അതായിരിക്കും. ശാസ്ത്രീയ ഗവേഷണത്തിലൊന്നും ഞാൻ ഏർപ്പെടുന്നില്ല. പക്ഷെ എന്റെ ശരീരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. എന്റെ ശരീരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഞാനൊരു പെഗ് അടിച്ചാൽ എന്റെ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, എന്റെ മനസ്സ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, ഞാൻ വീണ്ടും കുടിച്ച് പഴയ രീതിയിലേക്ക് ആകും. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. ഞാനൊരു ആൽക്കഹോളിക് ആണോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതിൽ വരുമ്പോ ഒക്കെ. കാരണം വെച്ചാൽ ഞാനും അമ്മേരും പറയുന്ന വെച്ചാൽ വൈകുന്നേരം കുടിക്കുന്നുള്ളൂ, ശനി ഞായർ കുടിക്കുന്നുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുന്നു. നമുക്കറിയാം 4 വർഷം കുടിച്ചിട്ട് ഞാൻ വൈനാണ് കുടിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ എനി ഫോം ഓഫ് ആൽക്കഹോൾ, എന്ത് തരത്തിലുള്ള ആൽക്കഹോളും ഞാൻ കഴിക്കാൻ പാടില്ല എന്നുള്ള മനോഭാവം ഞാൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്ത് ഇതാണ്. ചിലപ്പോ ഈ ചോക്ലേറ്റിന്റെ ഇടയ്ക്ക് വൈൻ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കും അതിനകത്ത് ചോക്ലേറ്റ് ഉണ്ടോ. പിന്നെ കള്ള് ചേർത്ത് അപ്പം കഴിക്കാതിരിക്കാൻ നോക്കും. അതൊക്കെ എന്റെ ഒരു കാര്യമാണ്. അതൊക്കെ കള്ള് ചേർത്ത് അപ്പം കഴിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ പ്ലം കേക്ക് കഴിച്ചെന്ന് വെച്ചോ ഉടനെ പോയി കുടിക്കണമെന്നൊന്നും ഞാൻ പറയുകയില്ല, കുടിക്കുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ
എന്നെ സംബന്ധിച്ചിടത്തോളം എനി ഫോം ഓഫ് ആൽക്കഹോള് എന്റെ ശരീരത്തിൽ ചെല്ലാതെ ഞാൻ നോക്കാറുണ്ട്. ചില ടോണിക്കുകളിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കാറുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്ന മനോഭാവമാണ്, എന്റെ മാത്രം മനോഭാവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനുഭവങ്ങളിലൂടെ രൂപീകരിച്ച, ഇനി സത്യസന്ധത എങ്ങനെ വന്നു എന്നും കൂടി ഒരു പറയായിരിക്കും. സത്യസന്ധത, ഒരു ദിവസം ഞാനിങ്ങനെ ഒരു UK വെച്ച് പെട്രോൾ അടിക്കാൻ കയറുന്നു. 20 പൗണ്ട് ഞാൻ അവർക്ക് കൊടുത്തു, പെട്രോൾ അടിച്ചു. അവരെനിക്ക് 10 പൗണ്ട് തിരിച്ചു തന്നു. ഞാൻ അത് പോക്കറ്റിലിട്ട്, വേല നടക്കുമ്പോഴാ പോക്കറ്റിലിട്ടിട്ട് ഞാൻ കാറും കൊണ്ട് വീട്ടിലേക്ക് പോയി. രാവിലെ ഞാൻ എണീറ്റു, കാറിന്റെ കീ നോക്കിയപ്പോ ജനലിന്റെ അരികിലാണ് കീ വെച്ച്, കീ ഇല്ല. ഞാൻ അന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, ജോലി സംബന്ധമായിട്ടൊരു ക്ലാസ് ഉണ്ട്. ഞാൻ എനിക്ക് കീ കാണാനില്ല. പെട്ടെന്ന് ഞാൻ ഓടി വാതിക്കെ നോക്കിയപ്പോ കാറില്ല. അപ്പൊ ഈ കീ അവിടെ നിന്ന് എടുത്തിട്ട് ആരോ കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഞാനത് അന്ന് മുതൽ എനിക്ക് മനസ്സിലായി, 20 പൗണ്ടോ 10 പൗണ്ടോ, അത് ചിലപ്പോ 1000 രൂപയായിരിക്കും, 500 രൂപയ്ക്ക് ആയിരിക്കാം. മറ്റൊരാളുടെ പണം എന്റെ കയ്യിൽ വന്ന ഉടനെ ഞാനത് തിരിച്ചു കൊടുക്കണം. അത് എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു മനോഭാവ മാറ്റാണ്. അങ്ങനെ പണ്ട് കപ്പ പറിക്കാനും കോഴി പിടിക്കാനും ഒക്കെ നടന്നിരുന്ന ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിങ്ങൾക്ക് ഡോണറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോ അവരെനിക്ക് ജ്യൂസും ഡോണറ്റ്സും മേടിച്ചു. അപ്പൊ ജ്യൂസിന് മാത്രം പൈസ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഡോണറ്റ്സിന്റെ പൈസ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, ഓഹോ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ആഡ് ചെയ്യത്. ഈ മനോഭാവം ഉണ്ടായത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് മനോഭാവം. സത്യസന്ധനായിരിക്കേണ്ടത് അത് എവിടെയായിരിക്കും. അല്ലാതെ 20 പൗണ്ട് കിട്ടുമ്പോ ദൈവം എന്നെ സഹായിച്ചു, ദാരിദ്ര്യം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിന്ന് തന്നതാണെന്ന് വിചാരിച്ച് എന്റെ പോക്കറ്റിലേക്ക് ഇടാതെ സത്യസന്ധനായിട്ട് തുടരാൻ സാധിച്ചത് ആ ഒരു അനുഭവത്തിന്റെ. അപ്പൊ ചില അടികൾ കിട്ടുമ്പോഴാണ് മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകുക. ചില നല്ല അടികൾ കിട്ടിയപ്പോഴാണ് 6 മാസം ഞാൻ തേരാപ്പാര സസ്പെൻഷനായി നടന്നപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പറയുന്ന പ്രോഗ്രാമിലേക്ക് ആഞ്ഞിട്ട് ഇറങ്ങണമെന്ന് അല്ലെങ്കിൽ ഊളിയിട്ട് ഇറങ്ങണമെന്ന് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ സുഖത്തിലും സന്തോഷത്തിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ പ്രോഗ്രാം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാനത് പലപ്പോഴും ശ്രദ്ധിക്കാതിരുന്നു. ഞാനിത് ഇവിടെ പറയാനുള്ള കാരണം, ഇപ്പോഴും ആൽക്കഹോളിസം നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹയാത്രികർ ഈ ഗ്രൂപ്പിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾ ഒരു സ്പോൺസറെ കണ്ടെത്തണം. ഇനി സ്പോൺസറെ കണ്ടെത്തുന്നതിന് പല മാർഗങ്ങൾ ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ. അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാംലെറ്റ് ഉണ്ട്, അതിപ്പോ വായിക്കാം. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഒരു ദിവസം നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഏകദേശം 1 മണിക്കൂറായി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. ഏതായാലും ഫെലോഷിപ്പിങ്ങും പ്രോഗ്രാമും, അതായത് കൂട്ടായ്മയും പ്രോഗ്രാമും തുറന്നുകൊണ്ട് പോവുക. വിരൽ ചൂണ്ടി അല്ലെങ്കിൽ വിരൽത്തുമ്പില് മീറ്റിംഗ്. എനിക്ക് എന്തുകൊണ്ട് വിരൽത്തുമ്പില് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൂടാ? ഞാൻ പലപ്പോഴും ചില മടി കാണിക്കാറുണ്ട്. ഇന്ന് മീറ്റിംഗ് കയറണ്ട, ഞാൻ ആ സമയത്ത് എന്താ ചെയ്യണേന്ന് പിറ്റേ ദിവസം ചിന്തിച്ചു. ആ സമയത്ത് ഞാൻ യൂട്യൂബ് കാണുകയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് തെറ്റിച്ച് കൈ തെറ്റിക്കുകയാണ്. എന്നിട്ട് ഞാൻ മീറ്റിങ്ങിന് കയറാൻ സമയമില്ല എന്ന് പറയുകയാണ്, തിരക്കാണെന്ന് പറയാണ്. പലരും തിരക്കിൽപ്പെട്ട് മരിക്കുന്നു. പണ്ട് നമ്മുടെ ഒരു മെമ്പർ പറഞ്ഞ പോലെ, തിരക്കിൽപ്പെട്ട് മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും മീറ്റിംഗിലേക്ക് കയറേണ്ടതുണ്ട്. ഇനി മറ്റുള്ള ഗ്രൂപ്പുകളോട് ഞാൻ പാലിക്കേണ്ട ഒരു സമീപനം, ഞാനിപ്പോ വേറൊരു ഗ്രൂപ്പിൽ ചെന്നിട്ട്, ഇപ്പൊ മലനാട് ഇന്റർ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഇവിടെ വലിയ അഭിപ്രായങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ ഭാരവാഹികളുണ്ട്, നമ്മൾ സെക്രട്ടറി, സർവീസിൽ ഭാഗമായിട്ടുള്ളവരൊക്കെ ഉണ്ട്, സെക്രട്ടറി ചെയർമാനൊക്കെ ഉണ്ടാവും, ട്രഷറർമാരൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് മീറ്റിങ്ങിനും എനിക്ക് പോകാം. എനിക്കത് എന്റെ മെമ്പർഷിപ്പ്, ഞാൻ ആൽക്കഹോളിക് ആണ് എന്ന് അവകാശപ്പെടുന്നത് കൊണ്ടും ഞാൻ അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് ഏത് മീറ്റിങ്ങിനും പോകാം. പക്ഷെ മറ്റൊരു ഗ്രൂപ്പിൽ കയറി അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വല്ലാതെ വഷളാക്കേണ്ട കാര്യങ്ങൾ എനിക്കില്ല. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ വേറൊരു നയം സ്വീകരിക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ അവിടെ ഇല്ലാത്ത ഒരാളെ പറ്റി മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് റൂം എന്റെ കയ്യിലാണ്. ഞാൻ മീറ്റിംഗ് റൂം ഹോസ്റ്റ് ആണെങ്കിൽ മീറ്റിംഗ് റൂം ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ പോകും. അതല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ഹോസ്റ്റ് ആക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലം കാലിയാക്കുന്നുള്ളൂ. അതിപ്പോ മീറ്റിംഗ് റൂമിൽ മാത്രമല്ല, ഇപ്പൊ എന്റെ ഇവിടെ എന്റെ ഫാമിലി 10-30 ഫാമിലി ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. അവരൊക്കെ ഒന്നിച്ചു പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ഇവരുടെ കുറ്റം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പയ്യെ എസ്കേപ്പ് ആവാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല സംസാരിക്കാൻ എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് അവർക്ക് ഇറിറ്റേഷൻ ആവും, കാരണം അവർ സന്തോഷത്തോടു കൂടി അനിയത്തിമാരൊക്കെ ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടി, നമുക്ക് പറ്റൂല, അവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് മാറി പോകാറുണ്ട്. ഇനി പ്രാർത്ഥന
എന്നെ സംബന്ധിച്ചുള്ള പ്രവൃത്തിയാണ്. കൂടുതലും ഞാൻ പ്രവൃത്തിയിലാണ് എന്റെ പ്രാർത്ഥനകൾ. എന്റെ വീട് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞത് എന്റെ മനസ്സ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അടുത്ത നല്ല കാര്യം ചെയ്യുക എന്നുള്ള മനോഭാവത്തിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട്. അടുത്ത നല്ല കാര്യം, ഇനിയിപ്പോ കഴിഞ്ഞ ദിവസം അല്ലെ ഇന്നലെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വ്യാകുലപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. അടുത്ത നല്ല കാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് പലരും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, അത് ചിലപ്പോ ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള, ഞാൻ 33 വയസ്സിൽ വന്നുകൊണ്ടായിരിക്കാം, ലൈംഗികതയാണ്, അതായത് സെക്സ്. അതിനെപ്പറ്റി വിലയിരുത്താനായിട്ട് ദൈവത്തിന് മാത്രം കഴിയുള്ളൂ എന്ന് ബുക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തെറ്റ് എന്തെങ്കിലും നമ്മൾ സെക്സ് സംബന്ധമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളത് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായും ചെയ്യാതിരിക്കുക. ഞാനത് ഇച്ചിരി കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു കാരണം, നമ്മൾ ഇതൊരു ആത്മീയ പരിപാടിയാണ്. അപ്പോ ആത്മീയ പരിപാടി തുടരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ നമുക്കത് പാലിക്കാം. അത് പക്ഷെ വിലയിരുത്താൻ നമ്മളില്ല. ബുക്കിൽ പറയുന്നുണ്ട്, ചിലര് പെപ്പർ ഡയറ്റ്, അതായത് സെക്സിനെ കുറിച്ച് കൂടുതൽ ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമില്ലാത്തവരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ കുറ്റപ്പെടുത്തുന്നതനുസരിച്ച്, മനസാക്ഷി കുറ്റപ്പെടുത്തുന്നതിനനുസരിച്ചാണ്. ചില സ്പോൺസർമാർ എന്റെ ചില സ്പോൺസർമാര് അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, ചില സ്പോൺസർമാര് അനുകൂലിക്കാത്തവരുണ്ട്. ചെയ്യരുത് എന്ന് തന്നെ പറയുന്നവരുണ്ട്. ഇത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതിന് വേറെ തെറ്റിദ്ധരിക്കരുതെന്നും കൂടി പറയാണ്. തീർച്ചയായും അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെച്ച് നമ്മുടെ പൊതുപ്രശ്നമായ അമിത മദ്യാസക്തിയിൽ നിന്ന് ആ രോഗത്തിന് പരിഹാരം കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായി തീരാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനത് എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഹോം ഗ്രൂപ്പിന് തെരഞ്ഞെടുക്കാം എന്നുള്ളൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ പയ്യെ നിർത്താൻ പോവാണ്. ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ ഓൺലൈനിലാണ്. എനിക്ക് ചില ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പിനെ ഹോം ഗ്രൂപ്പായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഹോം ഗ്രൂപ്പിൽ സ്ഥിരമായി ഞാൻ പോകാറുണ്ട്. അവിടുത്തെ സർവീസ് കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്. അവിടെ ആരൊക്കെയാണ് സ്പീക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് എന്റെ ഒരു സർവീസിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആവണം, കൂടുതൽ ഇൻവോൾവ് ആവണം. വല്ലപ്പോഴും പോയിട്ട് വരുന്ന ഒരു സിനിമയ്ക്കൊക്കെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബിൽ പോകുന്ന പോലെയോ ഒന്നും ആകരുത്. കാരണം അങ്ങനെ പോയിട്ടുള്ളവരെല്ലാവരും വീണ്ടും കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും സ്ലിപ്പാകാത്തതിന്റെ കാരണം ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും കുടിച്ചിട്ടില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ഷിബിച്ചേട്ടാ ഞങ്ങൾക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റില്ല, അതിനും നല്ലത് വോളിബോൾ കളിക്കാൻ പോകണം. വൈകുന്നേരം ഞാൻ വോളിബോൾ കളിക്കുന്നുണ്ട്, നന്നായിട്ട് വോളിബോൾ കളിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ ഞാൻ പിന്നീട് കാണുന്നത് കുടൽ ദ്രവിച്ച ഐസിയുലാണ് കാണുന്നത്. ചിലരെ കാണുന്നത്, ഞാൻ ഒരാൾ കണ്ടത് വലിയ നല്ലൊരു ജോലിയുള്ള ഒരാള്, അയാള് ഈ നമ്മുടെ ഗോദ്രേജിന്റെ പൂട്ടൊക്കെ തുറക്കാൻ ഇയാളെ മാത്രമാണ് എല്ലാ ബാങ്കുകാരും വിളിക്കുക. അത്രയും നല്ല കഴിവുള്ള ഒരാള്. പക്ഷെ പിന്നീട് അയാൾ മീറ്റിങ്ങിന് വരാതെ പാനിൽ കെട്ടി തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. കുടുംബം പിന്നീട് അവര് നല്ല രീതിയിൽ ജീവിച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നീടുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ ഞാൻ കണ്ടത്. മറ്റൊരാൾ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. അയാള് സ്ഥിരം മീറ്റിങ്ങിന് വരും, പിന്നീട് ഒരു ദിവസം വരാതെയായി. അയാള് വീണ്ടും കുടിച്ചു, ഒരു സർക്കിളിൽ വെച്ച് വേറൊരു വണ്ടിയായിട്ട് ഇടിച്ച് അയാൾ മരിച്ചു. അയാളുടെ ഭാര്യയും 2 മക്കളും അനാഥമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഓർമ്മകളായി മാറുന്നതിന് മുമ്പ്, ഒരു ഓർമ്മ മാത്രമായി മാറുന്നതിന് മുമ്പ് ആൽക്കോളിസൻസിന്റെ പടി ചെയ്യൂ. മുമ്പിൽ വെച്ചിരിക്കുന്ന നല്ല ഭക്ഷണം എടുത്ത് കഴിക്കൂ. ആരോഗ്യമുണ്ടാകട്ടെ എന്ന് നമ്മൾ പറയുന്ന പോലെ ഈ പ്രോഗ്രാം ചെയ്യാതെ ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം ആവശ്യമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാതെ എനിക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ജിമ്മിൽ പോകാതെ മിസ്റ്റർ ഇന്ത്യ ആകാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ പ്രോഗ്രാം ചെയ്യണം. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഈ 12 പടികൾ ആരാ പറയുന്നത്? ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടറാണ് പറയുന്നത്. റൂൾസ് എന്നാണ് അവന് വാക്ക് വെച്ചത്. റൂൾസ്, നിയമങ്ങൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ നിർദ്ദേശങ്ങൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചെയ്താലാണ് ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളതാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു യാത്രയില് ഒരു ദിവസം കൊണ്ട് തന്നെ 10-13 വർഷമുണ്ട്, അല്ലെങ്കിൽ 12 വർഷവും 9 മാസം, ഏകദേശം 8-10 ദിവസമായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലഘട്ടത്തിലെ ഒരു കാര്യങ്ങളെല്ലാം കൂടി പറയുക എന്ന് പറഞ്ഞാൽ തികച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിവില്ല. പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾ എന്റെ സഹോദരന്മാരായതുകൊണ്ടാണ്. ഞാൻ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്നാണ് ഇത് പറയുക. ഞാൻ പറഞ്ഞതെല്ലാം ദൈവമാണ് എന്നെ കൊണ്ട് പറയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുക. ചില തെറ്റുകൾ ഒരു പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം.
നിങ്ങൾ അത് തെറ്റുകൾ എന്നെ ചൂണ്ടിക്കാട്ടുന്നത് എനിക്ക് വളരെ സന്തോഷകരമായിരിക്കും. എന്നെ പേഴ്സണലായിട്ട് വിളിച്ചോ അതൊക്കെ പറയുന്നത്, കാരണം ഇതിൽ പഴമക്കാരൊക്കെ ഉണ്ട് പറയുന്നത് എനിക്ക് കാരണം സ്വീകരണം എന്നുള്ള ഒരു കാര്യം എനിക്കുണ്ട്. അക്സെപ്റ്റൻസ് അല്ലെ, സ്വീകരിക്കുക. എല്ലാവരുടെ സന്നദ്ധത മാത്രമല്ല, എല്ലാവരും പറയുന്നത് സ്വീകരിക്കുക. അതിപ്പോ ഇന്നലെ വന്നവനായിരിക്കാം, ഇന്ന് വന്നവനായിരിക്കാം, നാളെ വരാനായിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ ഞാൻ സ്വീകരിക്കുക. ഞാൻ തീർച്ചയായും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാകും. ഞാനാണ് കഴിവുള്ളവൻ, അല്ലെ എനിക്കെല്ലാം അറിയാന്നുള്ള ഒരു ഭാവത്തിൽ നിന്ന് പറയാം. സണ്ണിച്ചേട്ടൻ എപ്പോഴും പറയും, ഷിബു, അറിവില്ല എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവെന്ന്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാല് സൗഹൃദത്തിലാവുക എന്നുള്ളതാണ്. ഒരു കോഫി കുടിക്കാൻ പോവുക. ഇന്നിപ്പോ കോവിഡ് കാരണം ഇതൊന്നും കോവിഡുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഞാൻ ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്ന സാധാരണ തലങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കോഫി കുടിക്കാൻ പോകുന്നത് അതിന് അർത്ഥമാക്കരുത്. കോഫി കുടിക്കാൻ പോവുക, മറ്റൊരാളുടെ ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അംഗങ്ങളെയൊക്കെ ഇവിടെ വരുത്തും. അവര് ഞങ്ങളെയൊക്കെ കുറെ നേരം പുറത്ത് ചെയറൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോ നമ്മുടെ സൗഹൃദ വലയത്തിന് ഒരു വലിപ്പം ഉണ്ടാക്കണം. നമുക്ക് ഇപ്പൊ 5 നമ്പർ എന്റെ കയ്യിലുള്ളൂ എന്ന് കഴിഞ്ഞ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് 60 നമ്പറുകൾ കേരളത്തിൽ കൊടുത്തു. കാരണം അങ്ങനെ ഒരു സൗഹൃദ വലയം നമുക്ക് ഉണ്ടാക്കണം. എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ നിലനിർത്തണം, എല്ലാ മീറ്റിങ്ങുകളും നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ മാത്രം അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ മാത്രം തങ്ങി നിൽക്കാതെ എല്ലാ മീറ്റിങ്ങിനും പോകണം. കാരണം ഒരിക്കലും ഒരു സ്പോൺസറോട് സംശയം ചോദിച്ചു, ഞാൻ എത്ര മീറ്റിംഗിൽ പങ്കെടുക്കണം? സ്പോൺസർ പറഞ്ഞു 3 മീറ്റിംഗിൽ പങ്കെടുക്കണം. അപ്പൊ ഈ സ്പോൺസർ എല്ലാ ദിവസവും മീറ്റിംഗിൽ പോകുമ്പോൾ സ്പോൺസർ അവിടെ ഇരിപ്പുണ്ട്. സ്പോൺസറോട് സ്പോൺസർ ചോദിച്ചു, താങ്കളല്ലേ പറഞ്ഞ 3 മീറ്റിംഗ്, അപ്പൊ താങ്കൾ 7 മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ടല്ലോ. അതെ, 7 മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്. ആ 7 മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു 3 മീറ്റിംഗിലാണ് എനിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വന്നൊക്കെ ആർക്കും ഒരു കാര്യവും ഈ ഒരു മീറ്റിംഗിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത മീറ്റിംഗിൽ നിങ്ങൾ ചെല്ലണം, എല്ലാ മീറ്റിംഗിലും. അല്ലാതെ ഞാൻ കോതാവുന്ന അല്ലെങ്കിൽ തൊടുപുഴക്കാരനാണ്, തൊടുപുഴ മീറ്റിംഗ് മാത്രമേ പോവുള്ളൂ, മൂവാറ്റുപുഴയ്ക്ക് പോകില്ല എന്നൊക്കെ ഉള്ള ഒരു വിചാരം. അവനവന്റെ ഗ്രൂപ്പിനോടൊരു സ്നേഹമാണ്, ഹോം ഗ്രൂപ്പിനോട് സ്നേഹം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ GSR ആണ് ഇവിടെ. അപ്പൊ ഞാൻ ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എന്റെ മീറ്റിങ്ങിന് പോയേ പറ്റൂ. അപ്പൊ അവർ നിർബന്ധിത ആവശ്യം, പിന്നെ ഞാൻ അങ്ങനെ പോകാറുണ്ട്. അപ്പൊ കിട്ടുന്ന അവസരങ്ങൾ സർവീസ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, മനോഭാവങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട്, ഇത് സ്ഥായിയായ ഒരു ഭാവമൊന്നുമല്ല. ഇന്നിപ്പോ ഒരു മനോഭാവത്തിൽ മാറ്റം, ചിലപ്പോ നാളെ പഴയ ഷിബു തിരിച്ചു വന്നേക്കാം, പഴയ മനോഭാവം തിരിച്ചു വന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് മീറ്റിംഗിന്റെ ഉള്ളിലുമായിട്ട് ഇരിക്കേണ്ടത് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളായി. ഇത് കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. ഒരുപാട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 5-8 മാസമായി ഉണ്ണിക്കുട്ടൻ എന്നോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പല ദിവസവും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് എന്തോ എന്നെ ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഞാൻ വളരെ ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ്. ഞാൻ മിക്കവാറും എന്റെ ജീവിതത്തിൽ അതൊക്കെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കാവുന്ന കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാവുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസിൽ ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഇത് പറയാൻ സാധിക്കില്ല. അപ്പൊ മീറ്റിംഗ് റൂമിൽ ഇത് തന്നെ ആയിരിക്കണം. പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. 2009 ഓഗസ്റ്റ് 15 ഞാൻ മീറ്റിംഗ് റൂമിൽ വന്നപ്പോ അവിടെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ സംഗതി എന്നിൽ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ 24 മണിക്കൂർ തോതില് ജീവിതത്തെ നിയന്ത്രിക്കാൻ, 24 മണിക്കൂർ എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മുടെ മനസ്സിന്റെ ഒരു മനോഭാവ മാറ്റം നല്ലതാണ്. കാരണം നാളെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. നാളെ ഒരു ജോലിക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ കൊടുക്കണം. പലപ്പോഴും ഒരു കെട്ടിടം പണിയുണ്ടെങ്കിൽ നമ്മൾ സിമെന്റും മണലും ഒക്കെ ഇന്ന് തന്നെ ഇറക്കണം. അല്ലാതെ 24 മണിക്കൂറാണ്, അന്നത്തെ ദിവസം രാവിലെ അല്ല നമ്മൾ പോയി ഇറക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷെ പ്രത്യേകിച്ച് മദ്യാസക്തിയോട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ 24 മണിക്കൂർ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് ഇന്ന് കുടിക്കുന്നില്ല, നാളെ കുടിക്കാം. മറ്റ് പല കാര്യങ്ങളും പിന്നീട് നമുക്ക് എളുപ്പമായിട്ട് മാറും. ഇന്നിപ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മാറിപ്പോക്കോളൂ എന്നൊക്കെ, ഇറ്റ് ഷാൽ ടു പാസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.